ഇൻഷാല്ലാ നമുക്കതിന്റെ ബാക്കി ഭാഗം പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹി വഖൈറൽ ഹദീ ഹദീ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله يتقاكم إن الله عليم خبير. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജീവിത ചരിത്രം ചെറിയ രൂപത്തിൽ നാം ഇന്നലെ പറഞ്ഞു. നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും ആദം നബി അലൈഹി സ്വലാമിന്റെയും ഇടയിൽ ഒരുപാട് സംവത്സരങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ടെന്നും കാലാന്തരത്തിൽ വഴിപിഴച്ചുപോയ ആദം സന്തതികളെ, തൗഹീദിന്റെ മാർഗത്ത് നിന്ന് അകന്നുപോയ ആദം സന്തതികളെ നേർവഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള മഹാദൗത്യവുമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിനെ, അഥവാ അൽ ആദമുസ്സാനി, രണ്ടാം ആദം എന്ന അപരനാമത്തിൽ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ഈ പ്രവാചകൻ നിയോഗിതനാകുന്നത്. രണ്ടാം പ്രവാചകൻ, രണ്ടാമത്തെ ആദം എന്നുള്ള വിശേഷണത്തിന് അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഭൂമി ലോകത്ത് നിന്ന് വംശം മുഴുവനും, ജന്തുവർഗവും എല്ലാ വർഗങ്ങളും നശിച്ചുപോയതിനു ശേഷം അവരെ ഉന്മൂലനാശം അടയാതിരിക്കാൻ വേണ്ടി, അവര് കാലാന്തരത്തിൽ കുറ്റിയേറ്റ് പോവാതിരിക്കാൻ വേണ്ടി മനുഷ്യനല്ലാത്ത മറ്റ് ജീവികളെ കൂടി അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം കപ്പലിൽ കയറ്റി പിന്നീട് ലോകം പരിപാലിക്കാൻ ഉള്ള എല്ലാ സംവിധാനവും ഒരുക്കി കപ്പലിനെ 3 തട്ടാക്കുകയും അടിയിലെ തട്ട് മൃഗങ്ങൾക്കും ജന്തുജീവികൾക്കും, നടുവിലേത് മനുഷ്യനും, മുകളിലേത് പക്ഷികൾക്കുമായി 3 തട്ടുണ്ടാക്കുകയും അങ്ങനെ വിശ്വാസികളായ ആളുകളെ മുഴുവൻ അതിൽ കയറ്റുകയും അവിശ്വസിച്ചവരെ, തന്റെ മകനടക്കമുള്ള അവിശ്വസിച്ചവരെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു പ്രളയം മുഖേന നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉജ്ജ്വലമായ പ്രളയം, ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന വൻ പ്രളയം, അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഹിമപ്രളയത്തെക്കുറിച്ച് കൊണ്ടൊക്കെ ഭൂമിശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായിരുന്ന ഈ പ്രളയത്തിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യവും, അതിലെ ഇന്ത്യ രാജ്യത്തിന്റെ അവിഭക്ത ഇന്ത്യയിലെ ശ്രീലങ്ക അടക്കമുള്ളതായിരിക്കുന്ന ആ ഇന്ത്യയിൽ നിന്ന് ഏത് വേറിട്ടുപോയത്? ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം വേറിട്ടുപോയത് എന്ന് ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ചരിത്രത്തിലൊക്കെ കാണുന്നുണ്ട്. ആ പ്രളയത്തിലാണ്. അതായത് അന്ന് അവിടുന്ന് പിന്നെ വെള്ളം അങ്ങോട്ട് കയറിയതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഇറങ്ങിയില്ല അല്ലെ. ശ്രീലങ്കയിൽ നിന്ന്, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് വല്ലാതെ ദൂരമുണ്ടോ? കുറഞ്ഞ ദൂരമേ ഉള്ളൂ അല്ലെ. കുറഞ്ഞ കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. ഈ തമിഴ് പുലികളൊക്കെ ശ്രീലങ്കയിൽ കുടിയേറി പറക്കാൻ കാരണം എന്താണ്? തമിഴ് പുലികളല്ല, അവിടെ പിന്നെ പുലിയായത് അവിടെ പോയിട്ട്. ഇപ്പൊ പുലിയുമില്ല, എലിയുമില്ല, എല്ലാം നശിച്ചു. അപ്പോ അത്ര അടുത്ത രാജ്യമാണ്. ആ നാടിന്റെ
പ്രദേശത്തിന്റെ പേരെനിക്ക് ഓർമ്മയില്ല, തമിഴ്നാട്ടിലെ പിന്നെ ശ്രീലങ്കയുമായി അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമുണ്ട്. വളരെ ചുരുങ്ങിയ കിലോമീറ്ററുകൾ മാത്രമേ ശ്രീലങ്കയിലേക്കുള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോ അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രളയകാലത്താണ് ഉണ്ടായതെന്ന. അതിനു മുമ്പ് ശ്രീലങ്കയും അതുപോലെ തന്നെ ഇന്ത്യയും ഒക്കെ ഒറ്റ രാജ്യമായിരുന്നു. ഇന്ത്യ എന്നല്ല, ശ്രീലങ്ക, അതുപോലെ തന്നെ അവിഭക്ത ഇന്ത്യ എന്ന് പറഞ്ഞ പ്രവിശാലമായ ഇന്ത്യയാണ്, വലിയ ഇന്ത്യയാണ്. കുളച്ചല വേറെ എന്തോ ഒരു സേതുപ്പാളയം എന്തോ ഒന്ന് എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഈ ഒരു ഇപ്പൊ അടുത്ത ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടുന്ന് ഒരു പാലം കെട്ടണം എന്നൊക്കെ, മറ്റേ രാമന് സീതയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ കെട്ടിയ പാലം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാലം പൊളിക്കണം അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏതായാലാവട്ടെ, രാമപുര ഏതായാലാട്ടെ, അവിടുന്ന് വളരെ അടുത്താണ്, കൂടുതൽ ദൂരമല്ല എന്നാ പറഞ്ഞു വന്നത്. അപ്പോൾ അത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രളയകാലത്താണ് അത് സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന് മുമ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രീലങ്കയിൽ ഇറങ്ങി എന്നുള്ളതാണല്ലോ തഫ്സീറുകളിൽ അധികവും കാണുന്നത്. ശ്രീലങ്കയിൽ ഇറങ്ങി എങ്ങനെയാണ് മക്കത്തേക്ക് വന്നത്? നമ്മളെ ഫത്തുഹുൽ മീനിലൊക്കെ ഉണ്ട് 40 ഹജ്ജ് നടന്ന് ചെയ്തിട്ടുണ്ട്. നടന്നിട്ടല്ലാതെ അന്ന് ചെയ്യാൻ മാർഗങ്ങളില്ല. അതെങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി ദൂരങ്ങൾ, അതായത് ശ്രീലങ്കയിൽ ഇറങ്ങിയ ആദം നബി അലൈഹി സ്വലാം കുറച്ചു കാലത്ത് അവിടെ താമസിച്ചിട്ടുണ്ടായിരിക്കും. 40 പ്രാവശ്യം നടന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ചെറുപ്പത്തിൽ ഫത്തുഹുൽ മീനൊക്കെ ഓതുമ്പോൾ ഉസ്താദന്മാർ പറയുന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. അന്ന് ശ്രീലങ്കയും ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനൊക്കെ കൂടി ഒറ്റ രാജ്യമാണ്, പാകിസ്ഥാൻ എല്ലാം. അപ്പൊ ശ്രീലങ്കയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് നമ്മുടെ പാറപ്പള്ളി വഴിയിലൂടെ, പാറപ്പള്ളി ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലടിപ്പാടാണ് എന്ന് പറയപ്പെടുന്ന ഒരു കാലടിപ്പാട് കാണുന്നുണ്ട് അല്ലേ? അങ്ങനെ വിശ്വസിക്കപ്പെടുന്നു. സനദ് ചോദിക്കണ്ട, അങ്ങനെ വിശ്വസിക്കപ്പെടുന്നുണ്ട് അവിടെ. കാരണം അവിടെ മഹാന്മാരുടെ സാന്നിധ്യം കാണുന്നുണ്ട്, അവിടെ പാറപ്പള്ളിയിൽ. നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ കേരളത്തിലേക്ക് ഇസ്ലാം എത്താനുള്ള കാരണം എന്താണ്? കേരളത്തിലേക്ക് ഇസ്ലാം എത്താനുള്ള ഒരു കാരണം അറേബ്യൻ നാട്ടിൽ നിന്ന് സ്വഹാബത്ത് അല്ലെ കച്ചവടക്കാരായിരിക്കുന്ന ആളുകള്, മഹാന്മാര് ദർശിക്കാൻ വേണ്ടി പോന്നതാണ് ശ്രീലങ്കയിലെ സരന്ദീപ് മലയിലുള്ള ആദം നബി അലൈഹി സ്വലാമിന്റെ കാൽപാദം സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന വഴിക്കാണ് അവർ കൊടുങ്ങല്ലൂർ ഇറങ്ങുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം അല്ലേ? അതെ, ആദംമല എന്ന് പറയുന്നു, സരന്ദീപ് മല ആദംമല എന്ന് പറയുന്നുണ്ട്. അതായത് മറ്റു ക്രിസ്ത്യാനികൾ അവരുടെ ഒരു സെന്റ് പോലീസിന്റെ അല്ലെങ്കിൽ അതുപോലെ ഹിന്ദുക്കൾ അവിടെ കൃഷ്ണന്റേതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ചരിത്രപരമായിട്ട് അതിലേക്ക് അന്വേഷിച്ചു പോയാൽ എല്ലാം ഒന്ന് തന്നെയായിരിക്കും പറയുന്നത്, വിവിധ നാമങ്ങളാൽ അറിയപ്പെട്ടതായിരിക്കും, അല്ലാഹു ആലം. അങ്ങനെ മഹാന്മാരുടെ സാന്നിധ്യം കാണുന്നത് അവിടെ മുമ്പ്, അതിനേക്കാൾ മുമ്പ് ഒരു മഹാന്മാർ അവിടെ വന്നതുകൊണ്ടാണ്. അപ്പോ പാറപ്പള്ളിയിലെ കാൽപാദം എന്ന് പറയുന്നത് ആദം നബി അലൈഹി സ്വലാമിന്റേതാണെന്ന് പറയപ്പെടാൻ കാരണം എന്തുകൊണ്ട്? അവിടെ മഹാന്മാരായിരിക്കുന്ന സഹാബത്തിന് അല്ലെങ്കിൽ താബീങ്ങളുടെ ഒക്കെ സാന്നിധ്യം നമുക്ക് മക്ബറൊക്കെ അവിടെ കാണാം. ആദം നബി അലൈഹി സ്വലാം ഏതഭിപ്രായം ചോദിക്കുന്നത്? ഏതഭിപ്രായം പറഞ്ഞു, നമ്മളിവിടെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ അഭിപ്രായം ശരിയെന്ന് വെച്ചാൽ ആദം നബി അലൈഹി സ്വലാം ശ്രീലങ്കയിൽ ഇറങ്ങിയത് അഭിപ്രായം. ശ്രീകൃഷ്ണ അത് അവര് പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടെന്ന് പറയണം. അങ്ങനെ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോ ആദം നബി അലൈഹി സ്വലാം എങ്ങനെയാണ് വരുന്നത്? ആദം നബി അലൈഹി സ്വലാം ശ്രീലങ്കയിൽ നിന്ന് കാൽനടയായിട്ടാണ് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയായി ചുരുട്ടിക്കൊടുത്തു എന്നാണ്. ഏത് കാദിയാനിവാദം അല്ലേ അത്? ശ്രീകൃഷ്ണന് എന്നുള്ളതൊക്കെ നബിമാരാണെന്നുള്ള അവർ പറയുന്നത്. എത്രത്തോളം നമ്മൾ പോകാൻ നമുക്ക് തെളിവില്ല.
നമ്മളല്ല എന്ന് പറയാൻ നമുക്ക് തെളിവില്ല, ആണെന്ന് പറയാനും ഖണ്ഡിതമായ തെളിവൊന്നുമില്ല. ആവാം, ഒരുപക്ഷെ ആവാമെന്ന് പറയാണ്. ശ്രീകൃഷ്ണനോ ഒക്കെ പ്രവാചകനാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് സംശയങ്ങൾ അവതരത്തിനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തത്. കാരണം ശ്രീകൃഷ്ണൻ ഒരു ദൈവമായിട്ടാണ് കാണുന്നത്. പല ചരിത്രങ്ങളും മാറ്റത്തിരുത്തലുണ്ടായേക്കാം. അപ്പൊ ഇതിനും നമ്മൾ എന്തല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ശരിക്കും ഒരു മൻഹജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബേജാറില്ല. നമുക്കുമുള്ള മൻഹജ് എന്താണ്? ഖത്ഈയ നിലയ്ക്ക് സ്ഥിരപ്പെട്ടത് നമ്മൾ വിശ്വസിക്കുന്ന നിർബന്ധമാണ്. പിന്നെ അത് നമ്മൾ അഖീദയുടെ ഭാഗമാണ്. അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും 100% ഉറപ്പായത് മാത്രമേ വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. അപ്പൊ ഏതല്ലാട്ടെ, അപ്പൊ നമ്മളങ്ങനെ കിതാബിലേക്ക് കാണുന്നുണ്ട്. പഴയ തഫ്സീറുകളിലടക്കം, പൗരാണിക തഫ്സീറുകളിലടക്കം നസല ബിൽ ഹിന്ദ് യുസമ്മ ബി സറന്ദീബ്, ജസീറത്തിൻ യുസമ്മ ബി സറന്ദീബ്. സറന്ദീബ് ഒരു അവിടുത്തെ ഒരു മലമുകളിലാണ്. സറന്ദീപിലെ ആദമല എന്ന്, ആദം ഹിൽ എന്ന് ഇംഗ്ലീഷ് പറയുന്ന, ആദമല എന്ന് നമ്മളൊക്കെ പറയുന്ന ആദമലയിലാണ് ഇറങ്ങിയതെന്ന് പൗരാണിക തഫ്സീറുകളിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിലൊക്കെ സ്വർഗത്തുനിന്ന് ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തുനിന്ന് ഇറങ്ങുമ്പോൾ ഇറക്കപ്പെട്ടതായിരിക്കുന്ന ചില സുഗന്ധദ്രവ്യങ്ങൾ അതൊക്കെ ഇന്ത്യയിൽ കൂടുതൽ ഉണ്ടാവാൻ കാരണം അതാണ് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. നിഗമനങ്ങളാണ്. ചരിത്രങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഇത് നേരിക്കുന്നവരെ കാണാൻ പറ്റുന്നതല്ലോ. ഇന്നത്തെ മാതിരിയുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിത്രീകരിച്ച് വെക്കാമായിരുന്നു. അന്നത്തെ ആളുകൾ അന്നില്ല. അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇറാദത്ത് അങ്ങനെയാണ്, അങ്ങനെ കഴിഞ്ഞുകൂടണമെന്നുള്ളതാണ്. അപ്പോ ഇന്ത്യയിൽ കൂടുതൽ ഊതും അതുപോലെ അത്തറുകളൊക്കെ ഉണ്ടാവാൻ കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ ഇറങ്ങി എന്നുള്ളത്, സ്വർഗത്തുനിന്ന് അവരോടുകൂടെ ഇറക്കപ്പെട്ടായിരിക്കുന്ന ചില ചെടികളും വസ്തുക്കളൊക്കെ ഉണ്ടായത് കൊണ്ടാണെന്ന് പറയുന്നു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ നിന്ന് പോരുന്നു? ശ്രീലങ്കയിലും ആ മലയിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്. ഇപ്പൊ കാൽനടയായിട്ട് ഇതിലൂടെ പോരുക. ശ്രീലങ്കയും തമിഴ്നാട്ടിലേക്ക് കിടക്കും അല്ലേ? ഒന്ന് അടുത്ത് തന്നെ അല്ല. ഇപ്പം പറയാ അന്ന് എന്തില്ല, അന്ന് ശ്രീലങ്കന്റെ ഇന്ത്യന്റെ ഇടയിൽ സമുദ്രം വന്നിട്ടില്ല. ഒറ്റ രാജ്യങ്ങളാണ്. അപ്പൊ നടന്നു പോകാൻ കരമാർഗത്തിലൂടെ തന്നെയാണ് ആദം നബി അലൈഹി സ്വലാം പോന്നിരുന്നത്. അങ്ങനെ കടൽ ഏരിയയിലൂടെ അരികിലൂടെ സഞ്ചരിച്ച് എവിടേക്ക് എത്താം? ആദം നബി അലൈഹി സ്വലാം പാറപ്പള്ളി വഴി അങ്ങനെ നടന്ന് കാശ്മീരിലെത്താം. കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്താം. പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്താം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് എത്താം. ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് എത്താം. ഇറാഖിൽ നിന്ന് സൗദി അറേബ്യയുടെ അതിർത്തിയിലേക്ക് വരാം. കാൽനടയായിട്ട് തന്നെ എത്തും. നമ്മൾ ഇന്ത്യയിൽ തന്നെ അടുത്ത കാലത്തല്ലേ നമ്മളെ ഇന്ത്യയിലെ ഒരു ഹാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടത്. അദ്ദേഹം ഒരു മക്ബറയിലെ ഒരു ഹാദിമായിരുന്നു. ആ ഹാജി ബീഹാറിൽ എവിടെ എന്നെ ഓർമ്മ. അയാൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട് അയാൾ അങ്ങനെ നീർച്ചാക്കിയാണ് നടന്നുകൊണ്ട് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടതിന് ശേഷം അയാൾ നടന്നുകൊണ്ട് ഹജ്ജിന് പോകാൻ ആൾ നീർച്ചാക്കി. ആ നീർച്ച അയാൾ നടന്ന് തന്നെ വീട്ടുകയും ചെയ്തു. ഹജ്ജിന് വന്ന് അയാളത് നിർവഹിച്ചു. അപ്പൊ അത് നടന്നു വന്നിട്ടാണ്. അപ്പോൾ നടന്നു വന്നിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്? ഹജ്ജ് ചെയ്തിരുന്നത്. നമുക്ക് അത്ഭുതമല്ല. ആദം നബി അലൈഹി സ്വലാം തന്നെ. അപ്പോ അങ്ങനെ ഈ പാറപ്പള്ളി വഴിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കാൽപാദം എവിടെ പതിഞ്ഞിരിക്കാം? ആ സ്ഥലത്ത് പതിഞ്ഞിരിക്കാം. അതിന് വിരോധമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഓക്കെ. അതൊക്കെ നിങ്ങൾ അറിവുള്ളവർ പറഞ്ഞോളി, ഇത്ര സ്ഥലത്തുണ്ട് എന്നുള്ളതൊക്കെ. അതെന്നതാ കല്ലാച്ചി മഹമ്മൂദ് സഖാഫി ഉസ്താദ് ഉണ്ടല്ലേ, റൂവിയ അന്ന ആദം അലൈഹി സ്വലാം ഹജ്ജ് 40 ഹിജ്ജത്തൻ മിനൽ ഹിന്ദി മാഷിയൻ. അതിന് 40 ഹജ്ജ് ചെയ്തു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇന്ന് അറിയപ്പെടുന്ന പൂർവ്വ രൂപത്തിലുള്ള ഹജ്ജല്ല. എന്നാലും അവർക്കുണ്ടായിരുന്ന ഒരു ഹജ്ജ്, അവർക്ക് അല്ലാഹു തആല നിർദ്ദേശം നൽകിയതായ രീതിയിലുള്ള ഹജ്ജ്. ഏതായാലാവട്ടെ, അപ്പൊ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ശരിക്കും കാൽനടയായി കരയിലൂടെ തന്നെ എവിടേക്ക് വരാം? മക്കയിലേക്ക് എത്താനുള്ള സംവിധാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആദം അലൈഹി സ്വലാമിന്റെ ഒരു കാല് പാറപ്പള്ളിയിലും ഒന്ന് ശ്രീലങ്കയിലും അങ്ങനെ ഉണ്ടായിരിക്കും. ആലോചിച്ച് അതിന് എഴുതിയിട്ട് ഒരു കാലം അവിടെ വെച്ച് ഒരു കാല് ഇവിടെ വെച്ചെന്ന് അങ്ങനെയല്ലോ. അങ്ങനെ മനസ്സിലാക്കണ്ട. ഒരു കാല്
ഒരു കാല് ശ്രീലങ്കയിൽ ഒരു കാല് വാറപ്പള്ളിയിലും അങ്ങനെ വെച്ചാൽ അടുത്തടുത്തുന്നല്ല, ഒരു കാലം അവിടെ പഞ്ഞി ഒരു കാലം അവിടെ പഞ്ഞി, അല്ലാതെ അത്രയും ദൂരത്ത് അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിരിക്കണം? ഒരുപക്ഷെ ഭൂമി ചുരുട്ടി കൊടുത്തിരിക്കണം. നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാം ഭൂമി ചുരുട്ടി കൊടുത്തിരുന്നു എന്ന് കിതാബിലൊക്കെ ഉണ്ട്, സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ സൗകര്യത്തിനനുസരിച്ചിട്ട്. ഏതായിരുന്നാവട്ടെ ആവാം, ഒക്കെ നിഗമനം പറയാം. നമ്മൾ സക്കാഫിയല്ലേ? അത് ശരി, ആരാണ്? ഓക്കെ, അങ്ങനെ വിളിക്കാനാ പൂതി. ഏതായാലാവട്ടെ, പിന്നെ അങ്ങനെ അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? എന്താണ്? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ് നമ്മൾ ഒന്ന് പറയേണ്ടത്. നൂഹ് അലൈഹി സ്വലാമിന്റെ ചരിത്രം കഴിഞ്ഞ് സന്താനങ്ങളിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ പ്രശ്നമില്ല സ്ഥലം. അപ്പം പിന്നെ ബഹുമാനപ്പെട്ട അതെ 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 അപ്പോ അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ വരികയും മക്കയിൽ നിന്നാണ് പിന്നെ അതായത് ജസീറത്തുൽ അറബിലാണ് മനുഷ്യന്റെ ആദ്യത്തെ പിന്നെ തുടക്കം എന്നുള്ളത് ഏകദേശം നരവംശ ശാസ്ത്രജ്ഞന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലാവട്ടെ, അങ്ങനെ ആദം നബി അലൈഹി സ്വലാമിന്റെ 10ാമത്തെ മകനായിട്ട് അല്ലെ 9, 10 എന്നൊക്കെ അഭിപ്രായമുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുകയും അവരുടെ പിന്നെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അതായത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ അവൾ പറഞ്ഞു വന്നതാ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ആദം നബി അലൈഹി സ്വലാമിന്റെ ഇടയിൽ ഒരുപാട് ഖുറൂൻ, അശറത്ത് ഖുറൂനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അശറത്ത് ഖുറൂനി എന്നുള്ള ഒരു കർണ് എന്ന് പറഞ്ഞാൽ 100 കൊല്ലം ആക്കുകയും ചെയ്യാം, അതല്ല 1000 കൊല്ലം ആക്കുകയും ചെയ്യാം, അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട്. കാരണം ഖുർആൻ ആയത്തുകൾക്ക് അതിലേക്കാണ് സൂചനയാക്കുന്നത്. ഖുറൂനുകൾ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, അതായത് തലമുറകൾ തന്നെ കഴിഞ്ഞു പോയതിനു ശേഷം, അതായത് കാലാന്തരത്തിൽ ആദം നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങൾ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുകയും അവർ താന്തോന്നികളായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും 980 വർഷക്കാലം അവർക്ക് ദഅവത്ത് ചെയ്തുകൊണ്ട് നാനാരൂപത്തിലൂടെ എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് പോലും അവരാരും ചെയ്യുന്നില്ല, അവര് പിന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല, അവർ പരിഹസിച്ചു. അങ്ങനെ കത് അക്സർത്ത ജിദാലന ഫഅ്തിനാ ബിമാ തഅദുന, ഇത് അവസാനത്തെ വാക്ക്. ഈ കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട് ഈ പേടിപ്പിക്കല്, ഇനി എന്താ വാഗ്ദാനം ചെയ്യുന്ന ആ ശിക്ഷ നിങ്ങൾ കാണട്ടെ എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് അവർ ശിക്ഷയെ വെല്ലുവിളിച്ച് ഇറങ്ങിയപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ഇല്ല നീ യുമിന മിൻ ഖൗമിക ഇല്ലാമൻ ആമന, വിശ്വസിച്ചവരല്ല നീ വിശ്വസിക്കൂല, വലാ തബ്തഇസ് ബിമാ കാനൂ യഫ്അലൂൻ, അവര് പ്രവർത്തിക്കുന്നത് കൊണ്ട് നബിയെ നിങ്ങൾ നിരാശരാവരുത്, നിരാശപ്പെടാൻ മാത്രം വർഷങ്ങളോളം ബഹുമാനപ്പെട്ട ദഅവത്ത് നടത്തിയിട്ടുണ്ട്. ഏതായാലാവട്ടെ, അങ്ങനെ അവസാനമായിട്ട് വെള്ളപ്പൊക്കമുണ്ടാവുകയും പ്രളയമുണ്ടാവുകയും ഈ പറയപ്പെട്ട 80ഓളം തന്റെ വിശ്വസിക്കുന്ന സന്താനങ്ങളും അതുപോലെ കുടുംബത്തിൽ നിന്നും വിശ്വാസികളിൽ നിന്നൊക്കെ 80ഓളം ആളുകൾ കയറുകയും അങ്ങനെ മറ്റുള്ള ഒരു തട്ടില് മനുഷ്യരെ, മറ്റു തട്ടില് മുകളിലത്തെ തട്ടില് പറവകൾക്കും അടിയിലെ തട്ടില് പിന്നെ പക്ഷി ജന്തുക്കൾക്കും എല്ലാം കൂടി നൽകുകയും ചെയ്തു. അങ്ങനെ ആ കപ്പല് വെള്ളം പൊങ്ങിയപ്പോൾ വെള്ളം പൊങ്ങിയ സന്ദർഭത്തിൽ കപ്പൽ എങ്ങോട്ടാ നീങ്ങിയത്? തുർക്കിയുടെ ഭാഗത്തേക്കാണ് കപ്പൽ നീങ്ങിയത്. അങ്ങനെ തുർക്കിയുടെ പർവ്വത നിരകളിലേക്ക് അടുത്ത് അറാറത്ത് പർവ്വത നിരകളിൽപ്പെട്ട ജൂതി എന്ന് പറയുന്ന പർവ്വതത്തിന് മുകളിലാണ് ആ കപ്പൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ വേണ്ടി പ്രാവിനെ വിട്ടപ്പോൾ പ്രാവ് കാബയുടെ ചുറ്റുഭാഗത്തും കറങ്ങി അടിച്ചുകൊണ്ട് പ്രാവിന്റെ കാലിൽ ചളി കണ്ടപ്പോൾ മഹാനവറുകൾക്ക് ബോധ്യമായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ് അതിന് ശേഷമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർ കപ്പലിൽ നിന്ന് ഇറങ്ങി പിന്നീട് അവിടെ ജീവിതം ആരംഭിച്ചതിന് ശേഷം തന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയായിരുന്നു? 3 സന്താനം, 4 മക്കളുണ്ട്. 4 മക്കളുണ്ടായിരുന്നു. ആരൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, 3 മക്കൾ കപ്പലിലുണ്ട്. ഒരു മകൻ കൻആൻ അല്ലെങ്കിൽ യാമ്, പഴവേദത്തിലൊക്കെ പറയുന്ന കൻആൻ എന്ന് പറയുന്ന അവൻ എന്ത് ചെയ്തില്ല, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഉപദേശം കേൾക്കാതെ കണ്ട് കപ്പലിൽ കയറാതെ ഞാൻ പർവ്വത ശിഖരത്തിൽ പോയി സുരക്ഷ നേടിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത് അവനെ
മുങ്ങി നശിക്കുന്ന ആളുകൾ പെടുത്തുകയും വഹാല ബൈനഹുമുൽ മൗജു വകാന മിനൽ മുഗ്റഖീൻ, അങ്ങനെ തിരമാല വന്ന് ആരെ എടുത്തുകൊണ്ടുപോയി, കൻആനെ എടുത്തുകൊണ്ടുപോയി, അങ്ങനെ മുങ്ങി നശിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെ ആ സംഭവം എല്ലാം കഴിഞ്ഞ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ 3 സന്താനങ്ങളാണുള്ളത്. ആ പേരൊക്കെ ഒന്ന് എഴുതിയട്ടെ, ആർക്കും ഓർമ്മ ഉണ്ടോ? നമ്മൾ അറിയേണ്ടതാണ്. അതായത് രണ്ടാമതായി ലോകത്തെ ഒരു മാനുഷിക ജീവിതം തുടങ്ങുകയാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടം കഴിഞ്ഞ് രണ്ടാമത് മനുഷ്യ വംശത്തിന്റെ ജീവിതം തുടങ്ങുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത്, ആ പ്രളയത്തിന്റെ ശേഷമാണ്. അന്നുണ്ടായിരുന്ന ഈ 3 മക്കളിൽ നിന്നാണ് പിന്നീട് ലോകത്തുള്ളതായിരിക്കുന്ന നാനാ ഭാഗത്തുമുള്ള നാനാ തരത്തിലുള്ള ജനങ്ങളും ഉണ്ടായത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഹദീസിൽ തന്നെയുണ്ട് 3 സന്താനങ്ങളായിരുന്നു. ഒന്നാമത്തത് യാഫിസ്, സാമ്, ഹാമ്. യാഫിസ്, സാമ്, ഹാമ്. യാഫിസ് ആയിരുന്നു പിന്നെ ആര്? മൂത്ത മകൻ. സാമ് എന്നുള്ളത് നടുവിലത്തെ മകൻ. അതുപോലെ തന്നെ ഹാമ് എന്നുള്ളത് അവസാനത്തെ മകൻ. ഇങ്ങനെയാണ് എന്റെ ഓർമ്മ. അപ്പം യാഫിസ് എവിടേക്ക്, ഏതെല്ലാം ഭാഗത്തേക്കാണ് പോയത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് നമുക്ക് കാണാം. പിന്നെ എന്താ ഹദീസിലുള്ളത്? അഹമ്മദ് ഇമാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. സാമുൻ അബുൽ അറബ് റവാ അഹമ്മദു അന്ന റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായിരിക്കുന്ന അഹമ്മദ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാമുൻ അബുൽ അറബ് വഹാമുൻ അബുൽ ഹബഷ് വയാഫിസ് അബുർ റോം. സാം അറബികളുടെ പിതാവാണ്. സാമ് അറബികളുടെ വെച്ചാൽ അറബികൾ മാത്രമല്ല, അതായത് സെമിറ്റിക് വിഭാഗത്തിന്റെ പിതാവ്, സെമിറ്റിക്കുകളുടെ പിതാവാണ് സാമ്. ഹാമ് എന്നുള്ളത് അബുൽ ഹബഷ്. ഹബഷ് എന്ന് വെച്ചാൽ അതായത് പിന്നെ അഹ്ലുസൂദ്, നീഗ്രോ, അതായത് പിന്നെ കറുത്ത വിഭാഗം താമസിക്കുന്ന ആഫ്രിക്കക്കാരുടെ പിതാവ് ആര്? ഹാമ്. യാഫിസ് ആണെങ്കിൽ റോമക്കാര്, അതായത് പഴയ ഗ്രീക്ക്, യൂറോപ്യൻ, യജൂജ് മജൂജ്, ഇതൊക്കെ തന്നെ എവിടേക്ക്, ആരിലേക്കാണ്? യാഫിസിലേക്കാണ് ചേർത്തപ്പെടുന്നത്. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല നബിയെ തൊട്ടുകൊണ്ട് ഈ പറയപ്പെട്ട അതിരൂപത്തെ വേറൊരു ഹദീസ് ഉദ്ധരിച്ചിട്ട് അതിൽ വന്നിട്ടുണ്ട്, വൽ മുറാദു ബിർ റൂമി ഹുനാ അർ-റൂമുൽ അവ്വലു, ആദ്യത്തെ റോമക്കാരാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അൽ യൂനാനിൽ മുൻതസിബൂന ഇലാ റൂമി ഇബ്നു ലബ്തി ഇബ്നു യൂനാൻ ഇബ്നു യാഫിസ് ഇബ്നു നൂഹ്. റോമക്കാരെന്ന് പറയുന്നത് ഏത് മനുഷ്യന്റെ ഏത് വിഭാഗം എടുത്താലും അവര് ഏതിലേക്കാ ചേരുന്നത്? ഒന്നുകിൽ സാമിലേക്ക്, അല്ലെങ്കിൽ ഹാമിലേക്ക്, അല്ലെങ്കിൽ യാഫിസിലേക്ക്. അപ്പൊ റോമക്കാര്, പഴയ റോമക്കാര്, യൂനാൻ, അതായത് ഗ്രീക്ക്, യൂനാൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ നാടുണ്ടല്ലോ. അപ്പോ പിന്നെ അവര് ആ ഗ്രീക്കുകാരിലേക്ക് ചേർത്തപ്പെടുന്നുണ്ട്. ആരെ? പിന്നെ യാഫിസിലേക്കാണ് ഗ്രീക്കുകാരൊക്കെ ചേർന്നത്. ആ റൂമി ഇബിനു റോം എന്ന് പറഞ്ഞാൽ റൂമി ഇബ്നു ലബ്തി ഇബ്നു യൂനാൻ ഇബ്നു യാഫിസ് ഇബ്നു നൂഹ് നബി അലൈഹിസ്സലാം യാഫിസിന്റെ മകൻ, യൂനാനിന്റെ മകൻ, ലബ്തിന്റെ മകൻ റോമിലേക്ക്. ഇബ്നു കസീർ അൽ ബിദായത്ത് പിന്നെ ഹൈലൊക്കെ വിഷയം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കലഷ്കന്തി തന്റെ നിഹായത്തുൽ അറബ് ഫി മാരിഫത്തി അൻസാബിൽ അറബ് എന്ന കിതാബിൽ പറയുന്നു, അന്നഹു വഖഅൽ ഇത്തിഫാഖു ബൈന നസ്സാബീന വൽ മുഅർരിഖീന അന്ന ജമീഅൽ ഉമമിൽ മൗജൂദത്തി ബഅദ നൂഹ് അലൈഹിസ്സലാം ദൂന മൻ കാന മഅഹു ഫി സഫീന. അതെ, എന്താ ഉള്ളത്? പിന്നെ ചരിത്രകാരന്മാരും നെസബകൾ വിശദീകരിക്കുന്ന ആളുകൾക്കിടയിൽ ഏകകണ്ഠമായ അഭിപ്രായം എന്താണ്? അന്ന ജമീ അൽ ഉമമി എല്ലാ സമൂഹവും അൽ മൗജൂദത്തി ബഅദ നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശേഷം
ഈ ലോകത്തുണ്ടാതായിരിക്കുന്ന എല്ലാ സമൂഹവും ദൂന പിന്നെ ബാദ നുഹിൻ ദൂന മൻകാന ദൂന മൻകാന മാഹൂഫി സബിനത്തി വാലയുഹുൽ ഖൗലുഹു തആല അനഹും ഹുലികുൻ ആഖിരി വലം യഖബു സുമ്മ തഫഖല നജ്മിൻ മുസ്ലിമിൻ ബനീഹി സലാസത്തി. അതെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷമുണ്ടായ ജനത മുഴുവനും ആരിൽ നിന്നാണ്? നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഈ 3 സന്താന പരമ്പരകളിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് ഇത്തിഫാക്കായിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ കപ്പലിൽ ഉണ്ടായിരുന്നത് ഈ 3 മക്കൾ മാത്രമല്ലല്ലോ. 3 മക്കൾ മാത്രമല്ല, പിന്നെ ഈ 3 മക്കളല്ലാത്തവരുണ്ട്. പക്ഷെ ഈ 3 സന്താനങ്ങളിൽ നിന്നാണ് അവർക്ക് ശേഷമുണ്ടായിരിക്കുന്ന എല്ലാ ഉമ്മത്തുകളും ഉണ്ടായത്. അവരുടെ കൂടെ കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ നിന്നല്ല ഉണ്ടായത്. ഈ പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ 3 സന്താനങ്ങളിൽ നിന്നാണ് പിന്നീട് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ മനുഷ്യ വിഭാഗവും മനുഷ്യ സമൂഹങ്ങൾ എത്തിച്ചേരുന്നത്. അതാണ് യാഫിസ്, അതാണ് ഏറ്റവും വലിയ ആള്. സാമ് മധ്യത്തിലുള്ളത്, ഹാമ് ചെറുത്. മനസ്സിലായില്ലേ? ഈ 3 മക്കളിലേക്കാണ് വരുന്നത്. അപ്പം പറയാ, ഇവിടെ പറയുന്നുണ്ട് ഫത്തുർക്കു, കേട്ടോളി, തുർക്കികള്. ഫത്തുർക്കു, തുർക്കികളുണ്ടല്ലോ, അങ്ങനെ ഓരോ വിഭാഗത്തിന് അറിയപ്പെടുന്നല്ലോ. ഫത്തുർക്കു മിൻ ബനി തുർക്ക് ബിനു കോമർ ബിന് യാഫിസ്. യാഫിസിന്റെ മകൻ കൗമറിന്റെ മകൻ തുർക്കിന്റെ മക്കളാണ് തുർക്കികൾ എന്ന് പറയുന്നവർ. അതിൽപ്പെട്ടവനാണ് എന്താണ് കബിജാക്ക്. കബിജാക്ക്, താർത്താരികള്, ഹസ്ലഹിയ തുടങ്ങിയതായിരിക്കുന്ന വിഭാഗങ്ങൾ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഭാഗങ്ങളൊക്കെ ഇതിലേക്കാണ് ചേർക്കുന്നത്, പിന്നെ യാഫിസിലേക്കാണ് ചേർക്കുന്നത് തുർക്കികൾ. അതുപോലെ തന്നെ വൽ ജറാമിക്ക ഫകുല്ലുഹും മിൻ ജിൻസി തുർക്കി, ഇതെല്ലാവരും തുർക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ പിന്നെ ജറാമിക്ക മിൻ ബനി ബാസിൽ, മിൻ ബനി ബാസിൽ വൽ ജേൽ മിൻ ബനി മിൻ ബനി ബാസിൽ ഇബ്നു ആഷൂർ ഇബ്നു സാം ഇബ്നു നൂഹ് വഹു മഹലുൽ മൗസിൽ. ജറാമിക്ക എന്ന് പറയുന്ന വിഭാഗം ഉമ്മത്തുകളും ആരിലേക്കാണ് ചേരുന്നത്? നൂഹ് നബിന്റെ മകൻ സാമിലേക്കാണ് അവർ ചേരുന്നത്. അതായത് മൗസിലുകാർ, ഇറാഖുകാർ. വൽ ജയിൽ, ജീലികൾ, ജീലി എന്നൊക്കെ കണ്ടില്ല, ജീലാനി, ജീലൊക്കെ. ജീലികൾ എന്ന് പറയുമ്പോൾ ബനി ബാസിൽ ഇബ്നു ആഷൂർ ഇബ്നു സാമിൻ ഐലൻ, അതും സാമിന്റെ മകൻ ആഷൂറിന്റെ മകൻ ബാസിൽപ്പെട്ടവരാണ് ജീലികൾ. അവരാണ് പിന്നെ കൈലാൻ, അവരെ ബിലാദുഹും കൈലാനും ബിഷർക്ക്. അപ്പൊ ഇറാഖിന്റെ കേക്ക് ഭാഗത്തുള്ള കൈലാനാണ് അവരുടെ നാട്. അവർ ആരുടെ മക്കളാണ്? നൂഹ് നബിന്റെ മകൻ സാമിന്റെ മക്കളാണ്. പിന്നെ ദൈലമികൾ എന്ന് പറഞ്ഞ പ്രത്യേക വിഭാഗം ഇപ്പോഴും ഉണ്ട് അവിടെയൊക്കെ. ദൈലമികൾ, ജീലികളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഒക്കെ ഇറാഖിൽ തന്നെ ഉള്ളത്. ദൈലമികളും ആര് തന്നെയാണ്? മിംബനി മാതായ് ബിൻ യാഫിസ്. മാതായ് യാഫിസിന്റെ മക്കള് മാതായ് എന്നിവരുടെ സന്താന പരമ്പരയാണ് ദൈലമി വിഭാഗം കബീലക്കാർ മുഴുവനും ഉള്ളത്. സുരിയാൻ ബനി സുരിയാൻ എന്ന് പറയുന്ന വിഭാഗം മിൻ ബനി സുരിയാന ബിൻ നബീത്ത് ബിൻ മാഷിബിന് ആദം ബിൻ സാമിന്റെ മകൻ മാഷിന്റെ മകൻ നബീത്തിന്റെ മകൻ സുരിയാന്റെ സന്താനങ്ങളാണ് സുരിയാനികൾ. പിന്നെ സിന്ധ് മിൻ ബനി കൂഷ് ബിൻ ഹാമിന്റെ മക്കളെ കോഷിന്റെ സന്താനങ്ങളാണ് സിന്ധികളൊക്കെ. വൽ ഹബിഷയും അങ്ങനെ തന്നെയാണ്. മിൻ വലതി കോഷ് ബിൻ ഹാം, പിന്നെ ഹാമിന്റെ മക്കളിൽപ്പെട്ടവരാണ് ആര്? ഹബിഷകൾ. വൻ നോബികൾ എന്ന് പറയാറുണ്ട്. അതുമാതിരിയാണ് ഹാമിന്റെ മകൻ കൻആന്റെ സന്താനങ്ങളിൽപ്പെട്ട നോബികൾ. സഞ്ചികൾ, അതായത് നീഗ്രോകൾ. മിൻ ബനി സഞ്ചിൻ വലം യുർഫ ഫീ നസ്ബിൻ ഫഹതമൻ യകൂന മിൻ അഖാബി ഹാം. സക്കാലിബക്കാര്, വസീൻ ചൈനക്കാര്, ഹിബ്രു അബ്രാനികള്, പേർഷ്യക്കാര് സാമിന്റെ മക്കള്, അബ്രാനികൾ സാമിന്റെ മക്കള്, ചൈനക്കാർ യാഫിസിന്റെ മക്കള്, സക്കാലിബ യാഫിസിന്റെ മക്കള്, ഖിബത്ത് എന്ന് പറഞ്ഞ ഹാമിന്റെ മക്കള്, കൗത്ത്, കർദ്, കൻആനിയൂന, ലമ്മാന്, നബത്ത്, ഹിന്ദ്, അർമനികള്, ഗ്രീക്കുകള്, അതുപോലെ തന്നെ യൂനാനികള്, സൗബല, യജൂജ് മൗജൂജ് ഒക്കെ യാഫിസിന്റെ മക്കളായിട്ടവിടുന്ന്. അറബികള് മീൻ വലതി സാമിൻ ബിത്തിഫാഖിന്റെ സാബീൻ. അറബികൾ എന്നുള്ളത് എന്താ ആരെന്നാണ്? അത് പിന്നെ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമല്ല. സെമിറ്റിക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. സാമ് അലഹിസ്സലാമിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരപ്പെട്ടവരാണ് അറബികൾ എന്നുള്ളത് പിന്നെ അതിൽ എല്ലാവർക്കും ഇത്തിഫാക്കുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇതിലൊക്കെ എന്തുണ്ട്? ഈ പറയപ്പെട്ടതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏകദേശമുള്ള ഒരു കണക്ക്
കൽക്കശന്തി തങ്ങൾ തന്റെ നിഹായത്തുൽ അറബിൽ പറഞ്ഞ ഒരു ഭാഗമാണ് ഇവിടെ ഉദ്ധരിച്ചത്. ചുരുക്കം പറയാം, ഇങ്ങനെ ഈ 3 സന്തതികളിൽ നിന്നാണ് ഈ ഇവരുടെ ഭാര്യമാരാരാണെന്ന് കയ്യില നോക്കണം, എവിടെങ്കിൽ കണ്ടെങ്കിൽ പറയണ്ടേ. ഒക്കെ ഇപ്പൊ അന്നിപ്പോ നമ്മളൊരു ഇവരുടെ ഭാര്യമാർ കിസ് മത്സരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ. ഏതായാലാവട്ടെ, ഭാര്യമാരാണ്, അവരുടെ ഭാര്യ എവിടുന്ന എല്ലാം കഴിച്ചതെന്നൊക്കെ അതിൽ അങ്ങോട്ട് കടക്കുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് നീണ്ടുപോകും. നമ്മളെ മെയിനായിട്ടുള്ള വിഷയത്തിലേക്ക് ഇങ്ങോട്ട് പോരില്ല. ഇൻഷാ അല്ലാഹ് അത് എവിടെയെങ്കിലും കണ്ടെങ്കിൽ പറയണ്ട്. ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഓർമ്മയിലില്ല. ഏതായാലാട്ടെ, അപ്പം അവര് അതായത് അങ്ങനെ തുർക്കിയുടെ ഭാഗത്ത് കപ്പൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരമിടുകയും അവിടെ വെച്ചുകൊണ്ട് സാമും ഹാമും യാഫിസും അവിടെ കുറച്ച് താമസിക്കുകയും പിന്നീട് അവിടെ നിന്ന് അവര് ഓരോരോ ഭാഗങ്ങളിലേക്ക് അവരുടെ ജീവിതാവശ്യത്തിന് വേണ്ടി ഇങ്ങനെ നീങ്ങുകയും ചെയ്തു. അതാ ഇനി വരാൻ പോകുന്നത്, കേട്ടോളൂ. വബിദ ഇന്തഖലമിൻ മഖർ സുക്കാനിമിൻ ജനൂബി ബിലാദി റാഫിദിൻ ഇൽ മിൻതഖത്തിൽ ജബലിയത്ത് ഫി ശമാൽ വദാത്ത് സിയാദത്ത് സുക്കാനി മറത്തൻ സാനിത്തൻ ഫി തിൽക്കൽ ജിഹാദി വതകാസറ അബ്നാഉ സയ്യിദിന നൂഹ് അലൈഹിസ്സലാം അല്ലദീന റകിബു മഅഹു ഫി സഫീനത്തി. അങ്ങനെ ആദ്യമായിട്ടുണ്ടായിരുന്നത് നൂഹ് നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? ബിലാദ് റാഫിദൈനിലായിരുന്നു. എന്ന് വെച്ചാൽ ഇറാഖിന്റെ ഭാഗത്തായിരുന്നു. അവിടെ നിന്ന് പ്രളയം കാരണമായിട്ട് കപ്പൽ പോയി നങ്കൂരമിട്ടത് തുർക്കിയുടെ ഭാഗത്തായതുകൊണ്ട് പിന്നീടുള്ള താമസം അവിടെയായി. അവിടെ കുറെ കാലം താമസിച്ചപ്പോൾ അവിടെ എന്ത് ചെയ്ത് അവിടുന്ന് അവർക്ക് വേറെ ഭാഗങ്ങളിലേക്ക് തിരിയേണ്ടി വന്ന് അങ്ങനെ സാമ് പുറപ്പെട്ടു. ഫഖറജ സാമുൻ വഅബ്നാഉഹു നഹവൽ ജനൂബിൽ ഗർബി ബിത്തിജാഹി ജസീറത്തുൽ അറബ്. അങ്ങനെ സാമും സന്താനങ്ങളും ഒക്കെ ജസീറത്തുൽ അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി. ആര്? സാമും കൂട്ടരും. അവരവിടെ എന്തെങ്കിലും വ്യാപിച്ചു. തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ തന്നെ, ഹിജാസിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലെ തഫറഖുഹുനാക്ക അവിടെ അവർ വ്യാപിച്ചു. എന്നാൽ വന്തലഖ ഹാമുൻ വൗലാദു നഹവൽ ജനൂബി അവർ ജസീറത്തുൽ അറബിന്റെ അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്തേക്കാണ്, തെക്ക് ഭാഗത്തേക്ക് നീങ്ങി. ഇത് ആദ്യം പറഞ്ഞത് സാമിന്റെ മക്കള് ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി. എന്നാൽ ഹാമിന്റെ മക്കൾ എവിടേക്ക് നീങ്ങി? തെക്ക് ഭാഗത്തേക്ക് നീങ്ങി. അവരിന്നൊരു വിഭാഗം അത് എവിടെ തങ്ങിയവർ ഇറാഖിന്റെ തെക്കൻ ഇറാഖിൽ അവർ തങ്ങുകയുണ്ടായി. അന്നത്തെ സമയത്ത് ഭൂമിയെല്ലാം വളരെ എന്തായിരുന്നു, വറുതി പിടിച്ച സമയമായിരുന്നു. പിന്നീട് ഇവരവിടെ താമസമാക്കിയതിന് ശേഷം ഭൂമിയെല്ലാം പച്ച പിടിച്ചു വന്ന് ഫലഭൂയിഷ്ടമായി കഴിഞ്ഞ്. അപ്പൊ അവരവിടെ താമസിച്ചു. അങ്ങനെ എന്ത് ചെയ്ത് അവിടെ താമസിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് വീണ്ടും ഓരോരോ വിഭാഗമായി തിരിയാൻ തുടങ്ങി. ഫസാറ ബാദുഹും നഹവൽ ജനൂബ് ഷർഖി നഹവൽ ഹിന്ദി. അങ്ങനെ അവരിൽ നിന്ന് തെക്കൻ ഇറാഖിൽ താമസിച്ചായിരിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയുടെ ഭാഗത്തേക്ക്, അതായത് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് അവരെന്ത് ചെയ്ത് ഒരു വിഭാഗം പോയി. അങ്ങനെ ഇന്ത്യയും സിന്ധ് അടങ്ങുന്നതായിരിക്കുന്ന ആ ഭാഗത്തേക്ക് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് ഒരു വിഭാഗം അങ്ങോട്ട് നീങ്ങി. വത്തജഹൽ ആഖറു നഹവൽ ജനൂബിൽ ഗർബി ഹൈസൻ തഖലു അബ്ര മലീഖ് ബാബിൽ മന്ദബ് ഇല അഫ്രീഖിയ. അങ്ങനെ എന്നാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ ഒരു കൂട്ടർ താമസിച്ചിരുന്നല്ലോ, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ആ ഭാഗത്ത് നിന്ന് വേറൊരു വിഭാഗം, അതായത് ഇങ്ങനെ കാലാന്തരത്തിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഭക്ഷണാവശ്യത്തിന് വേണ്ടിയും സുഖസൗകര്യത്തിന് വേണ്ടിയും അവർ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. മനുഷ്യവംശത്തിന്റെ കാര്യം പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? അവരെ കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയും കൂടുതൽ ജീവിത സുഖങ്ങൾക്ക് വേണ്ടിയും ഒക്കെ അവർ നിന്നിരുന്ന സ്ഥലം മാറിക്കൊണ്ട് വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞായിരിക്കുന്ന അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു കൂട്ടർ എങ്ങോട്ട് പോയി? അതായത് യമന്റെ ഭാഗത്ത് നിന്ന് അവര് ആ കടലിടുക്കുണ്ടല്ലോ, ബാബുൽ മന്ദബ്, ആ കടലിടുക്ക് അവർ കടന്നുകൊണ്ട് ആഫ്രിക്കയിലേക്ക് എത്തി. അല്ലെങ്കിൽ അന്നത്തെ ആ കാലഘട്ടത്തിൽ ആ ആഫ്രിക്കൻ ഭൂഖണ്ഡവും അറേബ്യൻ ഭൂഖണ്ഡവും ഒക്കെ ഒന്നിച്ചായിരിക്കാം. തിൽക്കൽ കാറത്തെ കാനത്തല സിലത്തുൽ ജസീറ ചേർന്നിരിക്കാം ഒരുപക്ഷെ. പിന്നീട് അതാണ് പഴയ കാലത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഭൂമിയിലുണ്ടായിരിക്കുന്ന വിവിധ ഭൂഖണ്ഡങ്ങളിലൊക്കെ ഒരു കാലത്ത് മുൻകാലത്ത് എല്ലാം ഒന്നായിരുന്നു. പിന്നീട് സംഭവിച്ചതായിരിക്കുന്ന പ്രകൃതി ക്ഷോഭങ്ങളാൽ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളാൽ ഭൂകമ്പത്തിനാലോ മറ്റോ ആ വൻകരകളൊക്കെ മാറി മാറി അകന്നകന്നു പോയതാണ്. എല്ലാ വൻകരകളും ഒന്നിച്ചായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ കാലഘട്ടത്തിൽ
പിന്നെ അന്നത്തെ ആഫ്രിക്കൻ വൻകരയും അറേബ്യൻ ഉപദ്വീപും കൂടി ചേർന്നതായിരിക്കും. അപ്പൊ അവർ ഒരു ഭാഗം അങ്ങോട്ട് നീങ്ങി. വമിൻ ഹുനാക്ക് തജഹൂന ഹബശിമാലി, അവിടുന്ന് ഒരു കൂട്ടർ എന്ത് വടക്കോട്ട് തിരിഞ്ഞു, ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. ബഖിയത്തുൽ മനാത്തിഖ് ഫാമറു, ആ ഭാഗത്തേക്ക് പോവുകയും അവർ അവിടെ താമസമാക്കുകയും ചെയ്തു. എന്നാൽ അമ്മാ വലദു നൂഹ് സാലിസ് വഹുവ യാഫിസ്, നൂഹ് നബി അലൈഹി സ്വലാമിന് മൂന്നാമത്തെ മകൻ യാഫിസ് ഉണ്ടല്ലോ, അവർ ഫഖത്ത് തഹറക വ ദുരിയതു നഹവ ശറഖ്, അവർ എങ്ങോട്ടാ പോയത്? കേക്ക് ഭാഗത്തേക്കാ പോയത്. അവർ കേക്ക് ഭാഗത്തേക്കാ പോയത്. അവിടെ നിന്ന് ആ കേക്ക് ഭാഗത്തുനിന്ന് പിന്നെയാണ് അവർ പടിഞ്ഞാറ്റ് പോയത്. ആദ്യം അവരെന്ത് ചെയ്ത്, പിന്നെ തുർക്കിയിൽ നിന്ന്, തുർക്കിയുടെ ഭാഗത്ത് നിന്ന് കേക്കോട്ട് സഞ്ചരിച്ചു. കേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചൈന റഷ്യ ഒക്കെ ഉണ്ടല്ലോ, ജപ്പാൻ, എല്ലാം അങ്ങോട്ട് തിരിഞ്ഞു. അവിടുന്ന് പോലെ എങ്ങോട്ട് തിരിഞ്ഞ്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭൂമി ഉരുണ്ടതാവേണ്ട ജപ്പാൻ ദേശം അടുത്തന്നെയല്ലോ അമേരിക്ക എന്ന് പറയുന്നത് അല്ലേ, ഭൂമി തിരിഞ്ഞു കിടക്കല്ലേ. അപ്പൊ പിന്നെ അവിടെ എവിടേക്ക് എത്തി? അവിടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തി, അതായത് യൂറോപ്പിലേക്ക് എത്തി എന്നർത്ഥം. വസ്തവത്തനത്തിൽ ജമാഅത്തുൽ ഖാദിമത്തു മിന ശിമാലി മാ ഇഖ്വതിഹാ ഫി അർളി സവാദ്, നമ്മൾ പറഞ്ഞു പിന്നെ ഈ വടക്ക് ഭാഗത്ത് ഒരു കൂട്ടർ താമസാക്കിയിരുന്നു പറഞ്ഞു. അവരിൽ നിന്ന് ആ വടക്ക് താമസമാക്കിയിരുന്ന ഒരു വിഭാഗം ആളുകൾ അവരെ സഹോദര കുടുംബത്തോടു കൂടെ എവിടേക്ക് പോയി? ഇന്ന് അറിയപ്പെടുന്ന ഷൻആർ എന്ന് അറിയപ്പെടുന്ന പിന്നെ ഒരു സ്ഥലത്തേക്ക് അവർ താമസം മാറ്റി. അന്ന് അങ്ങനെ ഈ വിഭാഗത്തിനാണ്, അതായത് ഷൻആർ എന്ന സമതലത്തിലേക്ക്, സഹലി ഷൻആർ എന്ന് പറയുന്ന സമതലത്തിലേക്ക് അവരുടെ താമസം മാറ്റുകയും അവരെ ജീവിത ആയോധനം ആരംഭിക്കുകയും ചെയ്തു, തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഈ വിഭാഗത്തിനാണ് സുമേരിയക്കാർ എന്ന് പറയുന്നത്. ഓഹ് സുമിയത്ത് ഹാദിഹിൽ ജമാഅത്തു ബിസ്സുമേരിയീന, സുമേരിക്കാർ എന്ന് പറയുന്ന വിഭാഗം ഇവരാണ്. വലമ്മാ കാനത്തിൽ ഹുനാക ദാത ഖസൂബത്തിൻ വമിയാഹിൻ വഫീറത്തിൻ ഫഖദ് ഇസ്തഗലു ബിസ്സറാഅത്തി വനബഗൂ ഫിഹാ വബനൗ സുദൂദ വശഖുൽ ലഖനിയത വകതബൂ ബിൽ അഹ്റഫിൽ മിസ്മാരിയ. അതാ അവരവിടെ താമസിച്ചപ്പോൾ അവിടെ ആ ഭൂമി നല്ല ഫലഭൂയിഷ്ടമുള്ള ഭൂമിയായിരുന്നു. ഇഷ്ടം പോലെ ജലം ലഭിക്കാനുണ്ട്, കൃഷി നടത്താനുള്ള ആർക്കും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ അവർ പറമ്പുകൾ കിളക്കുകയും കൃഷി നടത്തുകയും അവിടെ നല്ലൊരു സംസ്കൃതി വളർന്നു വരികയും ചെയ്തു. അവരവിടെ വലിയ ഈ ഇതുണ്ടാക്കി അണക്കെട്ടുകൾ നിർമ്മിച്ചു. വശഖുൽ അഖ്നിയത, അവർ കനാലുകൾ, വെള്ളം കൊണ്ടുപോകാനുള്ള കനാലുകൾ അവർ കീറി. വകതബൂബിൽ അഹ്റഫിൽ മിസ്മാരിയ, അങ്ങനെ അവർ അവർ എഴുതാൻ തുടങ്ങി. ബിൽ ഹർഫിൽ മിസ്മാരിയ എന്ന് പറഞ്ഞ ഒരു ആണി കൊണ്ട് എഴുതുന്ന രീതിയിലുള്ള അക്ഷരങ്ങൾ, ഹർഫിൽ മിസ്മാരിയെ കൊണ്ട് അവരെന്ത് എഴുതാൻ തുടങ്ങി. അപ്പോൾ എഴുത്ത് അവിടെ നിന്ന് ആരംഭിച്ചു. അഫിൽ വഖ്തി നഫ്സിഹി റജഅത് മജ്മുഅത്തു മിൻ ജസീറത്തുൽ അറബ് വഖാമത്ത് ബി ജനൂബി സുമേരിയൻ. അങ്ങനെ അപ്പൊ എന്തായി, ഒരു വിഭാഗം എന്ത് ചെയ്ത്, അവിടെ സുമേരിക്കാർ എന്ന് പറഞ്ഞ വിഭാഗം എവിടെ താമസിച്ച്, അവർ ഷൻആർ എന്ന് പറയുന്ന, അതായത് ഇറാഖിന്റെ ഒരു ഭാഗം തന്നെയാണിത്, അവിടെ അവർ താമസിച്ചു. എന്നാൽ ഇവരടുത്ത് തന്നെ വേറൊരു കൂട്ടർ വന്ന് താമസാക്കി. മറ്റുള്ള എന്താണ് അവനെ അക്കാദികൾ എന്ന് അറിയപ്പെടുന്നത്. ഒറിഫത്ത് ബിസ്മി അക്കാദീൻ നിസ്ബത്തനിൽ മദീനത്തിലെത്തിയ അക്കാമുഹ, അവർ താമസിച്ചിരുന്ന നാടിന്റെ പേര് അക്കാദി എന്നുള്ള നാടുകൊണ്ട് പിന്നീട് അവർ അറിയപ്പെട്ടു. കെൽദാനികളായിരിക്കാം ഒരു പക്ഷേ ഇവർ. അങ്ങനെ എന്ത് ചെയ്ത്, അപ്പോ ഈ സുമേരിക്കാരുടെ കെൽദാനികൾ വന്ന് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരെന്ത് ചെയ്ത്, ഈ കെൽദാനികൾ സുമേരിക്കാരിൽ നിന്ന് കൃഷിയുടെ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും ഇവർ കൃഷി ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ആ ഭാഗം മൊത്തത്തിൽ ജനനിബിഡമായാൻ തുടങ്ങിയപ്പോൾ, ജനസംഖ്യ കൂടി വന്നപ്പോൾ എന്ത് ചെയ്ത്, അവിടെ നിന്ന് പിന്നെ കുറച്ച് ആളുകൾ എന്ത് ചെയ്ത്, പിന്നീട് പിൽക്കാലത്ത് അവിടെ നിന്ന് യാത്ര പോയി. ചില ആളുകൾ എന്ത് ചെയ്ത് അതിന്റെ കിഴക്കു ഭാഗത്തേക്ക് പോയി, ചിലർ സോസ എന്ന് പറയുന്നതായ അതിനടുത്തുള്ള വേറൊരു പട്ടണത്തിലേക്ക് പോയി. അങ്ങനെ അവിടെ ആ പട്ടണത്തിന് അവർ ഇലാമിയീൻ എന്നുള്ള പേരും പിന്നീട് വെക്കുകയുണ്ടായി. അങ്ങനെ എന്ത് ചെയ്ത്, ആ ഭാഗത്ത് സുമേരിക്കാർ തന്നെയാണ് കാര്യമായ ശക്തി, ആ മേഖലയിൽ അവർ തന്നെ ഏറ്റവും ശക്തി. പക്ഷെ കെൽദാനിക്കാർ ഇവരെ പിന്നീട് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതുവരേക്കും സുമേരിക്കാർ തന്നെയായിരുന്നു. അങ്ങനെ കാനത്ത് മുദിനിഹി ഷഹർത്ത് ബൽദത്തു ഓർ. നമ്മൾ എവിടെയൊക്കെ പോണെന്നറിയാം. നമ്മളിപ്പോ എവിടെയൊക്കെ പോണത്, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മക്കള് അറാറത്ത് പർവ്വത മേഖലയിൽപ്പെട്ടായിരിക്കുന്ന ജൂതി പർവ്വതത്തിന്റെ അരികിൽ അവർ പ്രളയത്തിന് ശേഷം താമസിക്കുകയും പിന്നീട് കാലാന്തരത്തിൽ ജീവിതായോധനത്തിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മശീഅത്ത് നടപ്പിലാക്കാൻ വേണ്ടി അവർ ലോകത്തിന് നാനാഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് ഓരോ ഭാഗങ്ങളിലേക്കും കിഴക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറ്റുമായിട്ട് അവർ സഞ്ചരിച്ച് അവിടെ ഇറാഖിന്റെ, അതായത് ഏകദേശം ഇറാഖ്, ഷാം, ജസീറത്തുൽ അറബ്, അതായത് ഹിജാസ് തുടങ്ങിയതായിരിക്കുന്ന ഏരിയയിലായിരുന്നു കാര്യമായ ജനവാസം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വിഭാഗം, അതായത് സുമേരിക്കാരാണ് ആ ഭാഗത്ത് അന്ന് ശക്തി ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു.
അങ്ങനെ അവര് എന്ത് ചെയ്തു? അതാ പിന്നെ വക്കാനത്ത് മുദ്ദിനീമി ഷേരത്തി ബൽദത്ത് ഊർ എന്ന് പറയുന്ന ഒരു പട്ടണം അവരുടെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു. അത് എവിടെയാണ്? പിന്നെ യൂഫ്രട്ടീസ് നദിയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്നതായ ഊർ എന്ന് പറയുന്ന പട്ടണം സുമേരിക്കാരുടെ പ്രധാന പട്ടണമായിരുന്നു. വക്കാനത്ത് മിയാഹുൽ ബഹരി തസ്രിൽ ഖുർബി മിന്ന. എന്തായാലും പിന്നെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സമുദ്രജലം ഇതിന്റെ അടുത്ത് വരെ എത്തും. അതുകൊണ്ട് അതാണ് ഇന്ന് അറിയപ്പെടുന്നതാണ് ഹോറുൽ ഹമ്മാർ എന്നാണ് ഇന്ന് അതിന് പേര് പറയപ്പെടുന്നത്. അങ്ങനെ ആ ഊർ എന്ന് പറയുന്ന സ്ഥലം ആരുടെ സ്ഥലമാണ് സഹോദരന്മാരെ? ആരുടെ ജന്മസ്ഥലമാണിത് അറിയാമോ? ഏത് പ്രവാചകന്റെ ജന്മസ്ഥലമാണ് ഊർ? ഇറാഖിലെ ഊർ എന്ന ബാബിലോണിയയിൽപ്പെട്ട സ്ഥലം തന്നെയാണിത്. ബാബിലോണിയയിലെ ഊർ എന്ന് പറയുന്ന സ്ഥലം ഏത് പ്രവാചകൻ ജനിച്ച നാടാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ആരാ പറയാ? ഏത് പ്രവാചകൻ ജനിച്ച നാടാണിത്? ഊർ. ആരും പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച നാടിന്റെ പേര് ഓർ എന്നാണ്. ബാബിലോണിയയിൽപ്പെട്ട അന്നത്തെ ബാബിലോണിയൻ പിന്നെ രാജ്യത്തിന്റെ ഭാഗമാണ് ഊർ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ എന്ത് ചെയ്ത് സുമേരിക്കാർ എവിടെ താമസിച്ചു എന്നാ പറഞ്ഞത്? ഓർ പട്ടണത്തിൽ താമസിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ വീണ്ടും വിഗ്രഹത്തിലേക്ക് കൂപ്പുകുത്തു വീണിട്ടുണ്ടായിരുന്നു. വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരായിരുന്നവര് മാത്രമല്ല, പിന്നെ പലയാതി തോന്നിവാസങ്ങൾ ചെയ്തിരുന്ന വിഭാഗമായിരുന്നവര്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഊർ പട്ടണത്തിലുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹു തആല നിയോഗിക്കുന്നു. പിന്നെ പ്രവാചകനായി വന്നു നോക്കുമ്പോൾ നമുക്കറിയാം ഇബ്രാഹിം നബി ചരിത്രമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ കേട്ടതാണ്, നമുക്ക് അറിയണം. അപ്പൊ ആ ചരിത്രത്തിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല. അപ്പൊ ഒന്ന് ഓടിച്ചു പോകുന്നു, അതിലൂടെ അങ്ങനെ കടന്നു പോവാണ്. നമ്മൾ എവിടെയൊക്കെ ഒരു പോവുകയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിത ചരിത്രത്തിൽ കുറഞ്ഞ ഏടുകൾ നാം പറഞ്ഞുകൊണ്ട് നാം എവിടേക്ക് വരികയാണ്? അറബിയയിലേക്ക് കടക്കുകയാണ്. തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട ജനവാസം അത് പിന്നെ ഇറാഖിന്റെയും പിന്നെ ബിലാദ് റാഫിദീനിലൂടെയും അതുപോലെ പിന്നെ ഇന്ത്യയിലൂടെയും സിന്ധിലൂടെയും പിന്നെ ഷാമിലൂടെയും ജസീറത്തുൽ അറബിലൂടെയും കടന്നു വന്നുകൊണ്ട് അവസാനം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നാട്ടിലേക്ക് എത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിന്നെ സന്താന പരമ്പരയോടുകൂടെ അവർ എവിടേക്ക് വരുന്നു? മക്കയിലേക്ക് വരുന്ന കാബത്തിന്റെ അടുക്കലേക്ക് എത്തിപ്പെടുന്ന ചരിത്രമാണ് നമ്മൾ ചുരുക്കത്തിൽ വിവരിക്കാൻ പോകുന്നത്. അങ്ങനെ ഊർ എന്ന് പറയുന്ന പട്ടണം സുമേരിക്കാരുടെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പട്ടണമായിരുന്നു. പക്ഷേ അതിലെല്ലാം പിന്നെ സുഭിക്ഷമായി ലഭിക്കുന്നത് പോലെ തന്നെ അതിൽ പിന്നെ വിഗ്രഹാരാധന നടമാടിക്കൊണ്ടിരുന്നു. അവരെ യഥാർത്ഥ തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചു. അവര് വിഗ്രഹത്തിനെ ആരാധിക്കുന്നത് പോലെ തന്നെ നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്നു. നക്ഷത്രങ്ങളെ ആരാധിച്ചത് കൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ടവര് പിന്നെ ഈ വിഷയത്തുമായി അവരോട് സംവാദം നടത്തിയത്, അല്ലേ? സംവാദം വെച്ചാൽ അവർ ചർച്ചകൾ ഒരുപാട് സംഘടിപ്പിച്ചിരുന്നു തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഹാദാ റബ്ബി, സൂര്യൻ ഉദിക്കുമ്പോൾ പറയും, ചന്ദ്രൻ ഉദിക്കുമ്പോൾ പറയും ഇതെന്റെ റബ്ബാണെന്ന് പറയും. അത് അസ്തമിച്ചാൽ ഇത് എന്റെ റബ്ബാവൂല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ സൂര്യൻ ഉദിച്ചപ്പോൾ ഹാദാ റബ്ബി, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഇവര് നക്ഷത്രത്തെ ആരാധിക്കുന്നവരായതുകൊണ്ടായിരുന്നു. അതായത് ഈ ഇത്തരം സൂര്യചന്ദ്രാദികളെ ആരാധിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തേണ്ടി വന്നത്. പക്ഷേ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. അവസാനം പരാജയം തന്നെ, യാതൊരു സംശയമില്ല. അവരവർ കുഫറിൽ ഉറച്ചു നിന്ന് കുഫറിൽ അവർ ഉറച്ച് നിന്നെന്ന് മാത്രമല്ല, അവർ മഹാനവറുകളെ എന്ത് ചെയ്യാൻ വേണ്ടി ജീവാപായം പോലും നടത്താൻ വേണ്ടി അവർ ശ്രമിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വലഖദ് ആതൈനാ ഇബ്രാഹിമ റുശ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ. നാം ഇബ്രാഹിമിന് തീർച്ചയായിട്ടും തനിക്ക് എന്ത് ചെയ്ത് പിന്നെ ദർശനം നൽകി. റുശ്ദ് മിൻ ഖബ്ലു, ഇതിനു മുമ്പ് തന്നെ. വകുന്നാ ബിഹി ആലിമീൻ ഇദ് ഖാല ലി അബിഹി വഖൗമിഹി മാ ഹാദിഹി തമാസീലു ലത്തി അൻതും ലഹാ ആകിഫൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവ് അടക്കമുള്ളതായ ജനതയോട് പറഞ്ഞു, നിങ്ങൾ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഭജനമിരിക്കുന്ന വിഗ്രഹങ്ങളുടെ കാര്യം എന്താണ്? ഇതെന്തൊരു വിഗ്രഹം? എന്താണിത്? ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ കുറെ പിന്നെ രൂപങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഈത്തിക്കാഫിരിക്കുന്നതും ചോദിച്ചപ്പോൾ കാലു, അവർ പറഞ്ഞു, വജദ്ന ആബാഅനാ ലഹാ ആബിദീൻ, ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ ആരാധിച്ചു വരുന്നത് കൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. അതിലപ്പുറം തെളിവൊന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, ഖാല ലഖദ് കുൻതും അൻതും വഅബാഉകും ഫീ ളലാലിൻ മുബീൻ. വാപ്പാര് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പിൻപറ്റേണ്ടതില്ല. വാപ്പാര് വഴിവെച്ചു പോയത് തന്നെയാണ്.
അവർ വഴിപിയച്ച മാർഗത്തിലൂടെ പോയവരാണ്. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും വ്യക്തമായിരിക്കുന്ന വൈകേടുത്തരത്തിലാണ് എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്ലാമരോട് പറഞ്ഞു. അങ്ങനെ അവർ കാലു അജീതനാ ബിൽ ഹഖി അം അൻത മിനൽ ലായിബീൻ, നീ ഞങ്ങൾക്ക് സത്യസന്ധവുമായിട്ടാണോ, സത്യസന്ദേശവുമായിട്ട് വന്നതാണോ, അതല്ല നീ തമാശ കളിക്കുകയാണോ, നീ കളിക്കുകയാണോ എന്നവർ ചോദിച്ചു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്ലാം എന്ത് പറഞ്ഞ്, ഖാല ബർ റബ്ബുക്കും റബ്ബുസ് സമാവാതി വൽ അർള് അല്ലദീ ഫത്തറഹുന്ന വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ. അതല്ല, ഞാൻ തമാശയല്ല, ഇതൊന്നും നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ആ ആരാധ്യൻ എന്റെയും നിങ്ങളുടെയും എല്ലാം റബ്ബാകുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പോറ്റുന്നവനായ റബ്ബാകുന്നു. അത് അലാദാലിക്കും ഷാഹിദീൻ, ഞാൻ അതിനിക്ക് നിങ്ങൾക്ക് സാക്ഷി ഞാൻ ആ കാര്യം കൊണ്ട് സാക്ഷി നിൽക്കുന്നവരിൽ പെട്ടവനാകുന്നു. അള്ളാഹുവിൻ തൗഹീദിനുള്ള ഷാഹിദാകുന്നു ഞാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ വിഗ്രഹത്തെ ഞാൻ തച്ചുടക്കും, നിങ്ങൾ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോയാലെന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ഫജഅലഹും ജദാദൻ ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജൂൻ. ഒരുപാട് അങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്, പ്രബോധനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ഒരു ചരിത്രം, പരിശുദ്ധ ഖുർആന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന് ഇങ്ങനെ അതിന്റെ ABCD ഇത് വെച്ചുകൊണ്ട് പറഞ്ഞു വരലല്ല, അതിൽ നിന്ന് പാഠം ഉൾക്കേണ്ടതായിരിക്കുന്ന ഭാഗങ്ങൾ, തൗഹീദും പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, മനുഷ്യർക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ അവർക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാനും പറ്റുന്ന ഭാഗങ്ങൾ മാത്രമേ പരിശുദ്ധ ഖുർആൻ പറയുന്നുള്ളൂ. അല്ല ചരിത്രമായ രീതിയിൽ പറയുകയില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ടും മക്ക ഖുറൈശികളെയും അതുപോലെ തന്നെ മദീനയിലുള്ള ആളുകളൊക്കെ ഉണർത്തുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ തന്റെ ജനതയുമായുള്ള പ്രബോധനം കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ അടിക്കടി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവിധ തരത്തിൽ എന്ത് ചെയ്തു, അവരോട് ഇസ്ലാമിക പ്രബോധനം നടത്തി. പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. വിഗ്രഹത്തിനെ തച്ചുടച്ച് അത് അറിഞ്ഞപ്പോൾ അവർക്ക് വലിയ വിഷയമായി തീർന്ന് വലിയ സംഭവമായി. അവർ പറഞ്ഞ്, നമ്മുടെ വിഗ്രഹത്തെ തച്ചുടച്ചായിരിക്കുന്ന ആള് ആരാണെങ്കിലും അവന് വ്യക്തമായ ശിക്ഷ നൽകുക തന്നെ ചെയ്യണം, അവൻ അക്രമികൾ തന്നെയാണ്. ഖാലൂ മൻ ഫഅല ഹാദാ ബി ആലിഹത്തിനാ ഇന്നഹു ലമിനൽ ളാലിമീൻ. ഞങ്ങളുടെ വിഗ്രഹത്തിൽ ഈ പണികളൊക്കെ ചെയ്തു വെച്ചത് ആരാകുന്നു, അവൻ തീർച്ചയായിട്ടും അതിക്രമി തന്നെയാകുന്നു എന്നവർ പറഞ്ഞു. ഖാലൂ സമീനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു യുവാവ് ഇവിടൊക്കെ നടക്കുന്നുണ്ട്, അദ്ദേഹം ആയിരിക്കണമെന്ന് അവർ പറഞ്ഞു. ഖാലൂ ഫഅതൂ ബിഹി, പിടിച്ചു കൊണ്ടുവരി ഇബ്രാഹിമിനെ. അങ്ങനെ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊണ്ടുവന്ന് അവർ ചോദിച്ചു, അന്ത ഫഅൽത ഹാദാ ബി ആലിഹത്തിനാ ഇബ്രാഹിം, നീയാണ് ഇബ്രാഹിം ഞങ്ങളുടെ ദൈവങ്ങളെ, ഞങ്ങളുടെ കണ്ടതായിരിക്കുന്ന ദൈവങ്ങളൊക്കെ ഈ കോലത്തിൽ നശിപ്പിച്ചത് നീയാണെന്ന് ചോദിച്ചപ്പോൾ ഖാല ബൽ ഫഅലുഹു കബീറും, അതല്ല, ഫഅലുഹു കബീറും, വലിയ ദൈവമാണ്, ചെറു ദൈവങ്ങളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വലിയ ദൈവമായിരിക്കും അത് ചെയ്തിരിക്കുന്നത് എന്നുള്ള രൂപത്തിൽ പറഞ്ഞു. ഫസ്അലുഹും ഇൻ കാനൂ യന്തിഖൂൻ, ഒന്ന് ചോദിച്ചു, വലിയ ദൈവത്തിനോടും ചോദിച്ചു, ദൈവല്ലേ, ദൈവത്തിനോടും ചോദിച്ചു നോക്കി ആരാണ് ഈ പണി ചെയ്തത് എന്ന്. അപ്പൊ അവരെപ്പോഴാണ് ആലോചിക്കുന്നത്, ദൈവത്തിനോട് ചോദിച്ചു, ദൈവമാണ് സംഗതി അറിയണമല്ലോ, ദൈവത്തിന് ഒക്കെ സാധിക്കുകയും ചെയ്യണമല്ലോ. കുറച്ചു നേരം അവരെന്ത് ചെയ്തു, അവന്ന് ചിന്തിച്ചു. പക്ഷേ പിന്നീട് അവരെന്ത് ചെയ്തു, അവരെ പഴയ ആ ബുദ്ധി തന്നെ പഴയ ആ ശൈലി തന്നെ അവർ പുറത്തെടുക്കുകയും സ്വഭാവം പുറത്തെടുക്കുകയും അവരെന്ത് ചെയ്തു, ഉഫ്ഫില്ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹി അഫലാ യഅഖിലൂൻ ഖാലൂ ഹർഖുഹു അവിൻസുറു ആലിഹതക്കും ഇൻ കുൻതും ഫായിലീൻ. ഏതല്ലാട്ടെ വലിയ സംഭവമാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അവർ വിചാരണ ചെയ്തു. വിഗ്രഹത്തിനെ നശിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണെന്ന് അവർ വിധി എഴുതി. അങ്ങനെ അദ്ദേഹത്തെ ചുട്ടുകരിക്കാൻ, തീരിട്ട് കൊല്ലുവാനാണുള്ള അവർ തീരുമാനിച്ചത്. അങ്ങനെ അവർ തീയിലിടുകയും ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയെ എന്താക്കി കൊടുത്തു, നല്ല തണുപ്പാക്കി മാറ്റി. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. സഹോദരന്മാർ, ഇപ്പം ദയവ് ചെയ്ത് PM ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ PM ചെയ്തോളൂ. കാരണം ശ്രദ്ധ തിരിഞ്ഞു പോയാൽ പിന്നെ നമ്മളിത് പറയുന്ന കൺട്രോൾ പോകും. ഇപ്പൊ സംസാരിക്കുന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് കഴിയുന്നതൊക്കെ ചെയ്യാം. അങ്ങനെ അവരുമായിട്ടുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും നീണ്ടുപോയി. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എന്ത് ചെയ്തിട്ടുള്ളൂ, വിശ്വസിച്ചിട്ടുള്ളൂ. ചുരുക്കം ചില ആളുകൾ മാത്രം.
ഒന്ന് ആര് തന്നെയാണ്? തന്റെ സഹോദരന്റെ മകനായ ലൂത്ത്. അന്ന് പ്രവാചകനായിട്ടില്ല, ലൂത്ത് നബി ആയിട്ടില്ല. ആര് വിശ്വസിച്ചു? ഒന്നാമതായി തന്റെ സഹോദരന്റെ മകൻ വിശ്വസിച്ചു. പിന്നെ അവരുടെ ഭാര്യ സാറാ ബീവി തന്നെ, എളാപ്പന്റെ മകള് സാറാ ബീവി തന്നെയാണ്. മനസ്സിലായില്ലേ? സ്വന്തം പിതാവ് അല്ലെങ്കിൽ എളാപ്പ എന്തിത് താറഖ് എന്ന് പറയുന്ന അല്ലെ ആസർ എന്ന പേരുള്ള ആയിരിക്കുന്ന അല്ല താറഖ് അല്ല ആസറും താറഖും വേറെ എന്നാണ്. ഇബ്രാഹിം നബി നേരെ പിതാവ് മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എളാപ്പയാണ് പിന്നെ വാപ്പന്റെ സ്ഥാനം കൈകാര്യം ചെയ്തിരുന്നുള്ള. അപ്പോ ആസർ എന്നുള്ളത് എളാപ്പയാണെന്ന് മനസ്സിലാക്കാം. അപ്പോ എളാപ്പയോട് പറഞ്ഞു, സ്വന്തം എളാപ്പ് പോലും തന്നെ പോറ്റുപെടുത്തുന്ന എളാപ്പ് പോലും തന്നെ വിശ്വസിച്ചില്ല. എളാപ്പയോട് പല രൂപത്തിലും അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തി. പല രീതിയിൽ നല്ല സ്വാന്തനിപ്പിക്കുന്ന രീതിയിലും വളരെ മൃദുവായ ശൈലിയിലൊക്കെ ദഅവത്ത് നടത്തിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഒരിക്കൽ പറഞ്ഞു, ഇത് ഖാലലി അബിഹി ആബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈആ. പൊന്നുപിതാവേ, നിങ്ങൾ എന്തിനാണ് ഈ കാണുകയും കേൾക്കുകയും ചെയ്യാത്തതായിരിക്കുന്ന ഒരു കാര്യവും ചെയ്യാത്ത ഈ നിർജീവ വസ്തുവിനെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? യാബത്തിനി ഖദ് ജഅനി മിനൽ ഇൽമി മാ ലം യഅതിക. നിങ്ങൾക്ക് വരാത്ത അറിവൊക്കെ പിന്നെ ദൃഢജ്ഞാനങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഫത്തബിഉനി. പിന്നെ പിതാവേ, നിങ്ങൾ എന്നെ പിൻപറ്റി ജീവിക്കണം. അഹദിക സിറാത്തൻ സവിയ്യ. ഞാൻ നിങ്ങളെ ചൊവ്വാ മാർഗത്തിലേക്ക് ഞാൻ വഴി നടത്താം, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് പിതാവിനോട് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു. പക്ഷേ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. യാബത്തിലാ തഅബുദു ശൈത്താന. പിശാചിനെ ആരാധിക്കരുത്. ഇന്ന ശൈത്താന കാന റഹ്മാനി അസിയ. അള്ളാഹുവിനിക്ക് ശത്രുവാണ്. അള്ളാഹുവിന് പിന്നെ വിരുദ്ധം ചെയ്തുകൊണ്ട് നടക്കുന്നവനാണ് പിശാചി. ആ പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്. യാ അബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബു മിനർ റഹ്മാനി. പിതാവേ, നിങ്ങൾ ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ അള്ളാഹു ശിക്ഷ നിങ്ങളെ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഖാല റാഗിബൻ അൻത അൻ ആലിഹത്തി യാ ഇബ്രാഹിം. ഇതൊക്കെ കേട്ടിട്ട് മറുപടി എന്താ? നമ്മളെ ദൈവത്തെ തൊട്ടൊക്കെ പിന്തിരിഞ്ഞു കളയാനുള്ള പരിപാടിയാണോ ഇബ്രാഹിമേ? ലഇല്ലം യൻതൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. ഇതിൽ നീ വിരമിച്ചിട്ടില്ലെങ്കിൽ നിന്നെ എറിഞ്ഞു ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ബഹുമാനപ്പെട്ട സലാമുൻ അലൈക്ക്. അങ്ങനെ ഈ ഉപദേശമൊക്കെ നടത്തിയിട്ടും യാതൊരു ഫലവും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ മാത്രമല്ല, തന്നെ ഭീഷണിപ്പെടുത്തി എറിഞ്ഞു കൊല്ലുമെന്നുള്ള ഭീഷണി വരെ മുഴക്കി. അപ്പൊ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സലാം പറഞ്ഞു, പിന്നെ സലാമുൻ അലൈക്ക്, നിങ്ങൾ നമ്മളുമായിട്ട് ഇനി ബന്ധമല്ല. അസ്തഗ്ഫിറുലക. നിങ്ങൾ എന്റെ പിതാവ് അല്ലെങ്കിൽ എളാപ്പയാണല്ലോ, നിങ്ങൾക്ക് വേണ്ട പൊറുക്കലിനെ തോടും ഇനിയും ഞാൻ. ഇന്നഹു കാന ബി ഹഫിയ. എന്റെ ചോരയാണല്ലോ, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ പൊറുക്കലിനെ തേടുമെന്ന് പറഞ്ഞു. വഅതസിലുക്കും. തൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് വിട പറഞ്ഞു പോകുന്നു. വഅതസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹി. നിങ്ങളെയും നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ദൈവങ്ങളെയും ഞാൻ വിട്ടൊഴിഞ്ഞ് അകന്നു പോകുന്നു. ഞാൻ അതിൽ നിന്ന് ദൂരം പ്രാപിക്കുകയാണ്. വഅദഉ റബ്ബി. എന്റെ റബ്ബിനെ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു? റബ്ബിനെ മാത്രം ഞാൻ ആരാധിക്കുകയും ചെയ്യുന്നു. അസാ അൻ ല അകൂന ബിദുആഇ റബ്ബി. അല്ലെങ്കിൽ റബ്ബിനോട് ഞാൻ ദുആ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് വേർപിരിഞ്ഞു. മനസ്സിലായില്ലേ? അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ വേർപിരിഞ്ഞു. അവരിൽ നിന്ന് ഹിജറ പോയി. ആരാ കൂടെ ഉള്ളത്? ഭാര്യ ഹാറൂൻ നബി, തന്റെ സഹോദരൻ ഹാറൂൻ നബി ഉണ്ട്. പിന്നെ ഭാര്യ മൽക്കയുമുണ്ട്. ഹാറൂൻ നബിയുടെ ഭാര്യ മൽക്കയും ഹാറൂൻ നബിയും കൂടെ ഉണ്ട്. അവരുടെ ഒരു വിശ്വസിച്ചിരുന്നില്ല, പിന്നീടാണ് വിശ്വസിച്ചത്. പിന്നെ അല്ല, ഹാറൂൻ അല്ല കേട്ടത്, ഹാറാനും ഭാര്യയുമുണ്ട്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെ തന്റെ സഹോദരനായ ആരുടെ ഹാറാനും അവരുടെ ഭാര്യ മൽക്കയും ഉണ്ട്. അവർ വിശ്വസിച്ചിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ലൂത്ത് നബി ഉണ്ട്. അന്ന് അദ്ദേഹം പ്രവാചകനായിട്ടില്ല, സഹോദരന്റെ മകനാണ്. പക്ഷെ അവരെന്ത് ചെയ്തിട്ട് മുസ്ലിം ആയിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാം മുസ്ലിം ആയിട്ടുണ്ട്. പിന്നെ സാറാബി എന്ന് പറഞ്ഞ തന്റെ ഭാര്യയും കൂടി കമാ സാഫറമാഹു അബുഹു ആസർ ഹനാനൻ അലി. പക്ഷെ വാപ്പ ആസറും കൂടെ പോന്നെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ആ മകനോടുള്ള ആർക്കുണ്ട്. ഏതായാലും മകന് പിരിഞ്ഞു പോണ്. മകന് അന്നത്തെ ഒഴുക്കിനനുസരിച്ച് നീന്താത്തതിന്റെ പേരിൽ പിതാവിന് മകനോട് വല്ലാത്ത എതിർപ്പുണ്ടായിരുന്നു. സംഗതിയൊക്കെ ഭീഷണിപ്പെടുത്തിനെങ്കിലും മക്കള് തന്നെയല്ലേ. അപ്പൊ മക്കൾ അവിടെ നിന്ന് നാട് വിട്ടു പോകുമ്പോൾ അവരും കൂടെ പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആസറും നാട് വിട്ടു പോയിട്ടുണ്ട്. ഏതായാലും ആവട്ടെ, പിന്നെ ഈ തന്റെ ജനതയോട്, അതായത് ഓർ പട്ടണമാകുന്ന ബാബിലോണിയിലെ ഓർ പട്ടണമാകുന്ന തന്റെ സ്വന്തം ജന്മനാട് വിട്ടുകൊണ്ട് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ കുടുംബത്തോടുകൂടെ അവർ യാത്ര തിരിക്കുകയാണ്. അന്ന് യാത്ര തിരിക്കുന്ന എവിടേക്കാണ് ചോദിച്ചാൽ ഷാമിലേക്കാണ് അവർ പോരുന്നത്. എവിടുന്ന്? ഇറാഖിൽ നിന്ന് ഷാമിലേക്കാണ് പോരുന്നത്. ഏതിലൂടെയാണ് പോകുന്നത്? പിന്നെ യൂഫ്രട്ടീസ് നദിയുടെ അതിന്റെ ഓരങ്ങളിലൂടെയാണ്, തീരങ്ങളിലൂടെയായിരുന്നു അന്ന് വഴിയുണ്ടായിരുന്നത്. അങ്ങനെ അവർ
ആ നദിക്കരയിലൂടെ സഞ്ചരിച്ച് അവരെവിടെ എത്തിപ്പെട്ട് ഹറാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിപ്പെട്ട് ഇന്ന് തുർക്കിയിലാണ് അതായത് സിറിയയുടെ വടക്ക് ഭാഗത്തുള്ള ആയിരിക്കുന്ന ബലീഹ് നദിയുടെ ഓരത്ത് കിടക്കുന്ന ഹറാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർ എത്തിപ്പെട്ടു. അങ്ങനെ ഹറാൻ എന്ന് പറയാൻ കാരണം തന്റെ സഹോദരൻ ഹാറാനിലേക്ക് ചേർത്തിട്ടാണെന്ന് അഭിപ്രായമുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ആസർ എന്തായത് ആസർ മരിച്ചു. ആസർ അവിടെ വെച്ച് മരിച്ചു, കാഫറായിട്ട് തന്നെ മരിച്ചു. വജദ ഹുനാലിക ഖൗമൻ, അവിടെ പക്ഷെ എന്ത് ഹറാനിലെത്തിയപ്പോൾ അവിടെയും എന്താണ് അവിടെയുള്ള ആളുകൾ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഓരോരോ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ആ നാട്ടുകാർ ഇസ്ലാം ക്ഷണിക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ നിന്ന് ഓർ പട്ടണത്തിൽ നിന്ന് വന്നുകൊണ്ട് പിന്നെ ഹറാനിലെത്തിയപ്പോൾ അവിടെയും കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇറാഖിലെ പോലെ തന്നെ അവരും പിന്നെ നക്ഷത്ര ആരാധകരായിരുന്നു. കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നക്ഷത്രം ആരാധിക്കുന്നുണ്ട്. അവരുമായിട്ട് സംവാദങ്ങൾ നടത്തി, ചർച്ച നടത്തി. പക്ഷേ അവർക്കും യാതൊരു ഫലവും ചെയ്തില്ല. അവർ ധിക്കാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. അതുകൊണ്ട് മഹാനായ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എവിടെ നിന്നും പോന്നു, ഹറാനിൽ നിന്നും യാത്ര പറയേണ്ട അവരോട് യാത്ര പറഞ്ഞു. അപ്പം ബാബിലോണിൽ നിന്ന് വിട്ടുകൊണ്ട് ഷാമിലേക്കെത്തി, ഹറാനിലേക്കെത്തി. ഹറാനിലുള്ള ആളുകളും വിഗ്രഹാരാധകരായിരുന്നു, നക്ഷത്ര ആരാധകരായിരുന്നു. അവരെയും ഇസ്ലാം ദാവത്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അവരും വരാൻ തയ്യാറായില്ല. അങ്ങനെ അവരെയും വേർപിരിഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഹറാൻ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ യാഫിസിന്റെ സന്താന പരമ്പരപ്പെട്ടവരായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെന്ത് ആ ഭാഗത്ത് താമസമാക്കിയിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പിന്നെ ഇറാഖിന്റെ പിന്നെ ഹറാനിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്കാണ് തന്റെ കുടുംബത്തോടുകൂടെ യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ. അന്ന് പിന്നെ വിമാനമില്ല, കപ്പലില്ല, നടന്നുകൊണ്ടും പ്രയാസപ്പെട്ടുകൊണ്ടുള്ളായിരിക്കുന്ന യാത്രയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹറാൻ പ്രദേശം വിട്ടുകൊണ്ട് എവിടേക്ക് പോയി? ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകുന്നു. വകാന തരീഖു അലാ ബുഹൈറത്ത് ഖുതൈന വ ദിമിഷ്ക്, ദിമിഷ്കിന്റെയും ഖുതൈനയുടെയും ആ ഖുതൈന എന്ന് പറയുന്നതായ പിന്നെ ജലാശയത്തിന്റെ അരികിലൂടെയായിരുന്നു ആ എവിടേക്കുണ്ടായിരുന്ന വഴി, ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള വഴി. അങ്ങനെ ബർസ എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ കടന്നുപോയി. അവിടെ വെച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിസ്കരിച്ചു. ആ നിസ്കരിച്ച സ്ഥലത്ത് ഇന്നും ഒരു പള്ളി ഉണ്ടെന്നാണ് പറയുന്നത്. വലാ യസാലു ഹുനാക മഖാമുൻ ലഹു മകാനു മുസല്ലാഹു. മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹറാനിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയിൽ ബർസ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നിസ്കരിച്ച ആ സ്ഥലത്ത് ഒരു ആ സ്ഥലം എന്തെന്നുണ്ട്, ഇന്നും അവിടെ ഒരു പള്ളിയുണ്ട്. വമിൻഹും യസ്മാനു വലിദ ഹുനാക്. ചിലർ പറയുന്നത് അവിടെ തന്നെ അദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും വേണ്ടില്ല, ആ പള്ളിയുടെ അടുത്ത്. അങ്ങനെ പിന്നെ അവിടെ വിട്ടുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാണ്. ഈ ഷാമിന്റെ ഭാഗങ്ങളിലൊക്കെ ആ സമയത്ത് എവിടെ നിന്ന് വന്ന ജസീറത്തുൽ അറബ് എന്ന് വന്ന ചില വിഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടായിരുന്നു അവിടെ താമസാക്കിയിരുന്നു. അവർ കുറെ ആളുകൾ ഇറാഖിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു. എങ്ങനെ കുറെ ആളുകൾ പല പിന്നെ ഇതിലും കൂടിയിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സങ്കര രൂപത്തിലായിരുന്നു അന്ന് ഷാമിലുണ്ടായിരുന്ന ജനസഞ്ചയങ്ങൾ. وكانت قرية ولم ترفع حتى إذا كثرت وزاد عددها اشتهر أمرها منها من قدم من الشمال من أحفاد وذرية യാഫിസ്. അങ്ങനെ ഇറാഖിന്റെ ഭാഗങ്ങളിൽ നിന്ന് വന്നവനോ കൂടാതെ തന്നെ യാഫിസിന്റെ സന്തതികളിൽ നിന്ന്, പേരമക്കളിൽ നിന്ന്, മക്കളിൽ നിന്നൊക്കെ ചില ആളുകൾ ഈ സിറിയയുടെ വടക്ക് ഭാഗത്തും ഒന്ന് താമസമാക്കിയിരുന്നു. അവരിന്ന് അധികരിച്ച വിഭാഗവും നക്ഷത്രത്തെ ആരാധിക്കുന്നവരായിരുന്നു. അവരുടെ കിബില എവിടേക്കായിരുന്നു? കുത്തുബ് ഷമാലിലേക്ക്, വടക്കൻ ധ്രുവത്തിലേക്ക് അവർ തിരിഞ്ഞു നിന്നുകൊണ്ട്. അവിടെ ഉണ്ടല്ലോ ഒരു വടക്കൻ നക്ഷത്രം ഉദിക്കാണ്ടല്ലോ അല്ലെ, ഒരു ധ്രുവ നക്ഷത്രം. അതിന്റെ പേരെന്താണ്? ധ്രുവ നക്ഷത്രത്തിന്റെ ധ്രുവ നക്ഷത്രം ഉദിക്കുന്ന പിന്നെ സുറയ്യെ, കാർത്തിക നക്ഷത്രം അല്ലെ. കാർത്തിക നക്ഷത്രത്തിന്റെ ഭാഗത്തേക്കായിരുന്നു അവർ തിരിഞ്ഞിരുന്ന ആരാധന നടത്തിയിരുന്നതെന്നാണ്. അങ്ങനെ وكانوا يتجهون في عبادة من القطب الشمالي على جهة نجم القطب وكان على أبواب دمشق القديمة. പഴയ ഡമസ്കസിന്റെ പിന്നെ അതിർത്തികളിലായിരുന്നു അത്. പിന്നെ അതിർത്തികളിൽ എന്തുണ്ടായിരുന്നു? ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ അമ്പലം ഉണ്ടായിരുന്നു. നക്ഷത്ര അമ്പലങ്ങളെ, നക്ഷത്രത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കിയിരുന്നു? ആ നക്ഷത്ര രൂപം ഉണ്ടാക്കിയിട്ട് അമ്പലങ്ങൾ സ്ഥാപിച്ചിരുന്നു ഇവര് ആ പഴയ ദിമിഷ്കിന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ. ഓരോ പിന്നെ അതിലെ ദിമിഷ്കിലേക്ക് കടക്കുന്ന ഓരോ പിന്നെ ഗേറ്റിന്റെ ഒക്കലും ഒരു നക്ഷത്ര പിന്നെ അമ്പലം അവിടെ അവര് സ്ഥാപിച്ചിരുന്നു. വക്കാനത്തി നിഹായത്തു മത്താഫിൽ ഹിലത്തി. അങ്ങനെ മഹാനായിരിക്കുന്ന
ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം എവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അങ്ങനെ അവസാനമായിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കുടുംബവും എത്തി. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. ഇന്ന് അറിയപ്പെടുന്ന ആ ഖലീൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടേക്ക് എത്തിപ്പെട്ട് അവിടെ താമസാക്കി. അതാണ് ഇന്നും എവിടെ നമുക്കറിയാം ഖലീൽ ഇബ്രാഹിം അല്ലേ, ഫലസ്തീനിലെ മദീനത്തുൽ ഖലീൽ ഇന്നും ആ പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഖലീൽ എന്ന് പേരിൽ അറിയപ്പെടുന്ന ആ പ്രദേശത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വലാം താമസമാക്കി. അങ്ങനെ അവിടെ താമസിക്കുന്ന സന്ദർഭത്തിൽ വളരെയധികം വരൾച്ച ബാധിച്ച കാലഘട്ടമാണ്. അവിടെ വരൾച്ച ബാധിച്ചുകൊണ്ട് വളരെയധികം ജീവിക്കാൻ പ്രയാസമായപ്പോൾ എവിടേക്ക് യാത്ര പോയി? ഖലീലിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മിസ്റിലേക്ക് യാത്ര ചെയ്തു. അപ്പൊ എവിടെ തുടങ്ങിയ സഹോദരന്മാരെ? ഇറാഖിലെ ഊർ പട്ടണത്തും തുടങ്ങി, പിന്നെ സിറിയയിലെ ഹറാനിലേക്കെത്തി, തുർക്കിയുടെയൊക്കെ അതിർത്തിയായിരിക്കുന്ന ഹറാനിലേക്കെത്തി, ഹറാനിൽ നിന്ന് വിട്ടുകൊണ്ട് എവിടേക്കെത്തി? ഖലീലിലേക്കെത്തി. ഖലീലിൽ നിന്ന് താമസിക്കാൻ സാധിക്കാതെ കണ്ട് വീണ്ടും മിസ്റിലേക്ക് പോയി, ഈജിപ്തിലേക്ക് പോയി. അപ്പൊ ഈജിപ്തിലേക്ക് ആദ്യമായിട്ട് പോവാണ്. പക്ഷേ ഈജിപ്തിലേക്ക് പോകുമ്പോ തന്റെ സഹോദരന്റെ മകനായ ലൂത്ത് നബിയെ എവിടെ ആക്കി? ചെങ്കടൽ തീരത്ത്, ചെങ്കടലല്ല ഇത് ബന്ധമുണ്ടല്ലോ, ചാവുകടൽ ഭാഗത്ത് ആരെ നിർത്തി? തന്റെ സഹോദരന്റെ മകനായ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അവിടെ പ്രബോധനത്തിനായിട്ട് നിർത്തി. അതാ വഖാം ഇബ്നു അഖി ലൂത്ത് ഫി ജനൂബയിൽ ബഹറിൽ മയ്യിത്ത് അല്ലദി യുസമ്മ ബുഹൈറത്ത് ലൂത്ത്. അത് ഡെഡ് സി. പിന്നെ ഡെഡ് സി എന്ന ചാവുകടൽ എന്ന് പറയപ്പെടുന്ന പിന്നെ ചാവുകടലിന്റെ ഏരിയയിൽ തന്റെ സഹോദരന്റെ മകനായ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ പിന്നെ അവിടെ നിർത്തി പോരുകയുണ്ടായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടേക്കെത്തി? പിന്നെ ഖലീലിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് ബാബിലോണിൽ നിന്ന് പുറപ്പെട്ട് ഹറാനിലേക്ക് എത്തി. ഹറാനിൽ നിന്ന് പുറപ്പെട്ട് അൽ ഖലീലിലേക്ക് എത്തി. ഖലീലിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് എവിടേക്കാ പോകുന്നത്? മിസ്റിലേക്കാ പോകുന്നത്. കൂടെ ആരുണ്ട്? ഭാര്യ സാറാ ബീവി ഉണ്ട്. സഹോദരന്റെ മകൻ അവിടെ നിർത്തി. എവിടെ? പിന്നെ ഈ ചാവുകടലിന്റെ ഏരിയയിൽ സഹോദരനെ നിർത്തി. അങ്ങനെ തന്റെ കൂടെ പിന്നെ സാറാ ബീവി എന്ന് പറയുന്ന പത്നിയുമുണ്ട്. അങ്ങനെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, അന്ന് പിന്നെ ഈജിപ്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വച്ഛാധിപതിയായിരിക്കുന്ന രാജാവ് ഉണ്ടായിരുന്നു. അയാള് ഇപ്പൊ എന്ത് ചെയ്ത് അതിലൂടെ കടന്നു പോകുന്ന എല്ലാ സുന്ദരികളെയും അയാൾ പ്രാപിക്കുന്ന ഒരു ദുഷിച്ച സമ്പ്രദായം ആരും ചോദ്യം ചെയ്യാനില്ല, ആർക്കും തടുക്കാൻ സാധ്യമല്ല. അന്നത്തെ രാജാക്കന്മാർ എന്താണ് പറയുന്നത് അതിന് അന്നത്തെ പ്രജകളെ അനുസരിച്ച് കൊടുക്കുക. എന്ത് തോന്നിവാസം ചെയ്താലും ചോദ്യം ചെയ്യാൻ ഇവിടെ സൗകര്യമുണ്ടായിരുന്നില്ല. അതിന് ഓടി അകലുക എന്നുള്ളതല്ലാതെ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ അതീവ സുന്ദരിയായ സാറാ ബീവിയെയും കൊണ്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സ്വച്ഛാധിപതിയായിരിക്കുന്ന ആൾ ഭരിക്കുന്ന ഏരിയയിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ വലിയൊരു ആപത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, അയാളുടെ ഈ രാജാവിന്റെ പതിവ് എന്തെന്ന് ചോദിച്ചാൽ, അയാള് ഭാര്യയും ഭർത്താവുമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഭാര്യ സൗന്ദര്യവതിയാണെങ്കിൽ ഭർത്താവിനെ കൊന്നുകളഞ്ഞുകൊണ്ട് ആ ഭാര്യയെ സ്വന്തമാക്കുന്ന ഒരു ഏറ്റവും നീചകൃത്യം ചെയ്തു വന്നിരുന്ന ആളായിരുന്നു ഈ രാജാവ്. അപ്പൊ ഇത് അറിയാൻ സാധിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്തു പറഞ്ഞു സാറാ ബീവിയോട്? സാറാ, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നിന്റെ ഭർത്താവാണെന്ന് പറയരുത്, എന്റെ സഹോദരനാണെന്ന് പറയണം. അല്ലെ നീ എന്റെ സഹോദരിയാണെന്ന് ഞാൻ പറയും. ഞാൻ എന്തിനു വേണ്ടി? എന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടി. നിന്റെ ഭർത്താവാണ് ഞാനെന്നറിഞ്ഞാൽ എന്നെ കൊന്നുകൊണ്ട് നിന്നെ അവർ സ്വന്തമാക്കും. അതുകൊണ്ട് ഭർത്താവാണെന്ന് പറയണ്ട, സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കം പറയാണ്, രാജാവിന്റെ കിങ്കരന്മാര് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി സ്വലാമിന്റെ ഭാര്യ സാറാ ബീവിയെ പിടിച്ചുകൊണ്ടുപോയി രാജാവിന് മുന്നിൽ ഹാജരാക്കുകയുണ്ടായി. ഹാജരാക്കി. സുബ്ഹാനല്ലാഹ്. പിന്നെ അങ്ങനെ വക്കാനത്ത് ഹസൻ ഒരു ഹദീസിലുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അവിടേക്ക് എത്തുന്നതിനെ സംബന്ധിച്ച് സംഭവങ്ങളൊക്കെ ഹദീസിൽ തന്നെ ഉണ്ട്. 3 പ്രാവശ്യമാണ് കദിബ്, കളവ് എന്ന രൂപത്തിൽ പറയാൻ പറ്റുന്നത് 3 പ്രാവശ്യമാണ്. ഒന്ന് ഈ സന്ദർഭത്തിലാന്നാ. ഏത് കളവാണോ അല്ല എന്നുള്ളത് വേറെക്കാരും, അതിനെപ്പറ്റിയുള്ള ചർച്ച മുമ്പ് കഴിഞ്ഞതാ. ഇത് കളവല്ല, അത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അന്ന് അവരുടെ രക്ഷപ്പെടാനുള്ള ആർക്കുന്ന ഒരു മാർഗം സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു. പിന്നെ വഖാല ഇന്ന ഹാദൽ ജബ്ബാറ ഈ യഅലമു അന്ന കംറാത്തി, ഇബ്രാഹിം നബി പറഞ്ഞ ഈ സ്വച്ഛാധിപതി ആ രാജാവ് നീ എന്റെ ഭാര്യയാണെന്നറിഞ്ഞാൽ യഗ്ലുബിനി അലൈക,
എന്നെ എന്താക്കിയത്, എന്നെ കൊന്നു കളഞ്ഞിട്ട് നിന്നെ കൈവശപ്പെടുത്തും. അതുകൊണ്ട് നിന്നോട് ചോദിച്ചാൽ ഫഖ്ബിർഹു അന്നക്കി ഉഖ്തി, നീ എന്റെ സഹോദരിയാണെന്നാണ് പറയേണ്ടത്. ഫൈനക ഉഖ്തി ഫിൽ ഇസ്ലാം, നീ നമ്മളൊക്കെ സഹോദരിമാർ തന്നെയാണല്ലോ, ഇസ്ലാമിൽ സഹോദരിമാർ തന്നെയാണ് എന്ന് പറഞ്ഞു. ഫൈനി ലഅലമു ഫിൽ അർളി മുസ്ലിമൻ ഗൈരി വഗൈറുക, നീയും ഞാനും അല്ലാത്തൊരു മുസ്ലിമിനെ ലോകത്ത് ഞാൻ ഇവിടെ ഈ പ്രദേശത്ത് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളൊക്കെ എന്താകുന്നു, സഹോദരിമാരാണ്. അപ്പോൾ നീ എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഫലമ്മാ ദഖല അർളഹു റആഹാ ബഅദു അഹ്ലിൽ ജബ്ബാരി ഫഅതാഹു, അങ്ങനെ അയാളുടെ ഭൂമിയിലേക്ക് കടണം, അതിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. മിസ്രിലേക്ക് പോകണമെങ്കിൽ അതിലൂടെ പോകണം. അങ്ങനെ പിന്നെ കിങ്കരന്മാർ കണ്ടു, അവർ പിന്നെ പിടിച്ചു കൊണ്ടുപോയി. ഫഅതാഹു ഫഖാല ലഖദ് ഖദിമ അർളക ഇംറഅത്തുൻ ലാ യംബഗി ലഹാ. അപ്പം എന്ത് ചെയ്തു, രാജാവിന് കിങ്കരന്മാര് ഈ പിന്നെ സാറാ ബീവിയെ കണ്ടുകൊണ്ട് രാജാവിന് ഓർഡർ കൊടുത്ത്, രാജാവേ, നിങ്ങളുടെ ഭൂമിയിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നിരിക്കുന്നു, ആ സ്ത്രീ നിങ്ങൾക്കല്ലാതെ യോജിക്കില്ല, അത്രമാത്രം സൗന്ദര്യവതിയാകുന്നു ആ സ്ത്രീ, അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ ആ സ്ത്രീ അനുയോജ്യയാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ പിടിച്ചുകൊണ്ടുപോയി. ബഹുമാനപ്പെട്ട സാറാ ബീവി റളിയല്ലാഹു അൻഹായെ അവർ പിടിച്ചുകൊണ്ടുപോയി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്ലാം കൂടെയുണ്ടപ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാം മാറി നിന്ന് അവർ ഇബ്രാഹിം നബി ഇസ്ലാം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ സാറാ ബീവി രാജാവിന്റെ അടുക്കിലേക്ക് കടന്നു നിന്നപ്പോൾ രാജാവ് പെട്ടെന്ന് ഇവരെ പിടിക്കാൻ വേണ്ടി തന്നെ നിയന്ത്രിച്ച് കിട്ടിയ അത്രമാത്രം സൗന്ദര്യവതിയായ ഒരു സ്ത്രീ തന്റെ മുമ്പ് നിൽക്കുന്നത് കൊണ്ട് പിടിക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ സാറാ ബീവി കൈ അങ്ങോട്ട് പിടിച്ചു. ഫഖബലത്ത് യദഹു ഖബലത്തൻ ശദീദൻ, ശക്തമായിട്ട് മുറുക്കി അങ്ങോട്ട് പിടിച്ച്, കൈ തന്നിലേക്ക് നീട്ടിയ കൈ അവിടെ മുറുക്കി അങ്ങോട്ട് പിടിച്ചവിടെ വെച്ചു. ഫഖാല ഉദ്ഇല്ലാഹ അൻ യുത്രിക യദി. അപ്പൊ ഈ പിടുത്തം വളരെ ശക്തമായിട്ട് വേദനയായി രാജാവിന്. എന്റെ കൈ വിടാൻ എന്തേത്, എന്റെ കൈ വിടുന്ന് പറഞ്ഞു. വല്ല അതുറക്കെ ഞാൻ ഒരു ബുദ്ധിമുട്ടും ചെയ്യില്ല, എന്റെ കൈ വിടുന്ന് പറഞ്ഞു. കൈ വിട്ടുകൊടുത്തു, തന്നെ ഒന്നും ചെയ്യില്ല, നമ്മൾ കൈ വിട്ടു. വീണ്ടും പിടിക്കാൻ ചെന്നു, വീണ്ടും ഇതുപോലെ എന്ത് ചെയ്ത് സാറാബി കൈ മുന്നെ പിടിച്ച ശക്തമായിട്ട് പിടിച്ചു. ആ പിടുത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ശക്തി കൊടുക്കുകയും രാജാവിന്റെ കൈ എന്നെ പൊട്ടിപ്പോകുന്ന രൂപത്തിൽ വേദന അനുഭവപ്പെടുകയും ചെയ്ത്, എന്നെ വിടൂ, എന്റെ കൈ വിട്, ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഒന്നും ചെയ്യുകയില്ല, എന്നെ അവന് ഒരു ഉപദ്രവം ഏൽപ്പിക്കൂല, എന്നെ വിടൂ എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യവും ഇത് ആവർത്തിച്ചപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് സാധാരണ സ്ത്രീയൊന്നല്ല, ഇതൊരു അസാധാരണ സ്ത്രീയാണ്, ഇവരെ തൊട്ട് കളിച്ചാൽ നമുക്ക് ദോഷം വരുമെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് പുറത്താക്കാൻ പറഞ്ഞു. രാജാവ് എന്ത് ഓർഡർ കൊടുത്ത്, വേണ്ട ഇവളെ പുറത്തു വിട്, നിങ്ങൾ ശൈത്താനാണ് പിടിച്ചു കൊണ്ടുവന്നത് എന്ന് ചോദിച്ച്. മനസ്സിലായില്ലേ? പറഞ്ഞതാണ്, എന്താ പറഞ്ഞത്, ഇന്നമാ ജീത്തനീ ബി ശൈത്താനിൻ, ഇനി ഒരു ശൈത്താനെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പുറത്താക്കാൻ പറഞ്ഞു. മാത്രമല്ല വേദനിപ്പിച്ചത് കൊണ്ട് പിന്നെ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് പേടി രാജാവിനുണ്ട്. എന്ത് ചെയ്താ കൂടെ ആ സന്ദർഭത്തിൽ അന്നിപ്പോ സാറാ ബീവി റളിയല്ലാഹു അൻഹായ പുറത്തേക്ക് വിട്ട സന്ദർഭത്തിൽ കൂടെ ഒരു സമ്മാനം കൊടുത്തയച്ചുന്ന രാജാവിന് മഹദി ആ സാറാ ബീവിയുടെ യഥാർത്ഥം മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്ത ഒരു സമ്മാനമായ നിലയ്ക്ക് ആരും കൊടുത്തയച്ച് തന്റെ അടിമസ്ത്രീയായിരുന്ന ഹാജറാ ബീവിയും കൂടെ കൊടുത്തയച്ച്. അങ്ങനെയാണ് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരുന്നത്? ഹാജറ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത്. സാധാരണ അടിമസ്ത്രീയല്ലല്ലോ. സാധാരണ അടിമസ്ത്രീയാണോ? രാജാവിന്റെ കൊട്ടാരത്തിലുള്ള ഒരു അടിമസ്ത്രീയാണ്. അതാരെക്കാളും പവറുണ്ടാവും? ഏത് സാധാരണക്കാരെക്കാളും പവറുണ്ടാവും. രാജാവിന്റെ അടിമകളാകുമ്പോൾ പവറുണ്ടാവുമല്ലോ. ഏതായാലാവട്ടെ, ചുരുക്കം പറയുകയാണെങ്കിൽ മഹദിയായിരിക്കുന്ന ഹാജറാ ബിവിയെ വഹിച്ചുകൊണ്ടാണ് പുറത്ത് കാത്തിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് സാറാ ബീവി വരുന്നത്. അങ്ങനെ പിന്നെ ഫലമ്മാ റഅഹ ഇബ്രാഹിം ഇൻസറഫ ഫഖാല മഹിയം. ഇബ്രാഹിം നബി കൊട്ടാരത്തിൽ നിങ്ങട് ഒരു ബുദ്ധിമുട്ടില്ലാതെ വേഗം തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി ചോദിച്ചു സാറാ ബീവിനോട് എന്ത് സംഭവിച്ചു? ഫഖാലത്ത് ഖൈർ എന്ന് പറഞ്ഞു. ആര്? സാറാ ബീവി. കഫല്ലാഹു യദൽ ഫാജിരി, അള്ളാഹു തആല ഈ തമ്മാടിയുടെ കയ്യെ അള്ളാഹു അകറ്റി തന്നു. എന്ത് ചെയ്യാൻ പറ്റില്ല, എന്നെ അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അവന് അടുക്കാൻ അവന് സാധിച്ചില്ല. അള്ളാഹു തആല എന്നിൽ നിന്ന് അവനെ തട്ടിമാറ്റി. വഖദമ ഖാദിമൻ, മാത്രമല്ല അവൻ എനിക്ക് എന്ത് തന്നിരിക്കുന്നു, ഒരു ഖാദിമിനെയും കൂടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ സംഭവം ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫത്തിൽക ഉമ്മുക്കും യാ ബനീ മഅസ്സമാ,
അബൂ ഹുറൈറ പറയാ, അറബികളെ നിങ്ങൾ ഉമ്മേട്ടോ ആ കൊണ്ടുവന്നത്. കൊട്ടാരത്ത് നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ സാറാബിയുടെ കയ്യിലുണ്ടായിരുന്നത് അറബികളെ നിങ്ങൾ ഉമ്മയാണെന്ന് അതിനെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ആര് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ. തിൽക ഉമ്മുക്കും യാ ബനീ മഅസമാ. ബനീ മഅസമാ എന്നാണ് അറബികളെ കുറിച്ച് ഒരു സൂചനയാണിത്. ബനീ മഅസമാ എന്ന് പറഞ്ഞാല് അറബികൾക്ക് അങ്ങനെ പേരുണ്ട്. പിന്നെ ആകാശജലത്തിന്റെ മക്കള്. കാരണം എന്തുകൊണ്ട് അവര് പിന്നെ വെള്ളമുള്ള സ്ഥലത്തേക്ക് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവരാണല്ലോ. വെള്ളം എവിടെയാണ് മായിടമെന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് അറബികൾ. അപ്പൊ അവർക്ക് അതിനോടനുബന്ധിച്ചൊരു പേരാ ബനീ മഅസമാ എന്നുള്ളത്. ആകാശത്തിന്റെ വെള്ളവും തേടി നടക്കുന്ന ആളുകൾ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഉമ്മയാണ് കേട്ടോ ആ പുറത്തിറങ്ങി വന്നത് എന്ന് ഇടയ്ക്ക് വെച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇവരോട് പറയുകയുണ്ടായി. അങ്ങനെ പിന്നെ ഹാജറ റളിയല്ലാഹു തആല അൻഹ അറബികളുടെ മാതാവായി തീർന്നു. എന്തുകൊണ്ട്? സാറാ ബീവി ആർക്ക് ഉടമയാക്കി കൊടുത്ത്? സാറാ ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് എന്തില്ലായിരുന്നു? പിന്നെ സന്താനങ്ങൾ ജനിച്ചില്ലായിരുന്നു. സാറാ ബീവിക്ക് സന്താനമില്ലായിരുന്നു. അങ്ങനെ പിന്നെ 20 വർഷം ആരോട് കൂടെ ജീവിച്ചിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെ സാറാ ബീവി ജീവിച്ചിട്ടുണ്ട്. പക്ഷെ കുട്ടികളൊന്നുമില്ല. 20 വർഷക്കാലം കഴിഞ്ഞിട്ടും എന്ത് ചെയ്യില്ല, ഒരു കുഞ്ഞിനെയും കാണാത്തത് കൊണ്ട് അവർ നിരാശരായി കിടക്കുകയായിരുന്നു. അപ്പൊ എന്ത് ചെയ്ത് സന്ദർഭത്തിൽ സാറാ ബീവി പറഞ്ഞ്, അറാൻ തതസവ്വജ ഹാജറ. ഓ ഇബ്രാഹിം നബിയെ, നിങ്ങൾ ഹാജറ ബീവിയെ വിവാഹം കഴിക്കാൻ ഞാൻ അഭിപ്രായപ്പെടുകയാണ്. അള്ളാഹു തആല നമുക്ക് ആ ഹാജറയിലൂടെ സന്താനത്തെ നൽകുകയാണെങ്കിലോ, എന്നാൽ തന്നെ നമ്മുടെ ആഗ്രഹമെന്ന് പിന്നെ നിറവേറ്റാമല്ലോ. ഹാജറ ബീവിയെ നിങ്ങൾ വിവാഹം കഴിക്കുക, എന്നിട്ട് നമുക്ക് അള്ളാഹു തആലയോട് ദുആ ചെയ്തു നോക്കാം, സന്താനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുവാനായിട്ട്, അതാരടിമയാണ്? സാറാ ബീവിന്റെ അടിമയാണ്. വിവാഹം കഴിക്കുവാനായിട്ട് സാറാ ബീവി തന്നെയാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ വിവാഹം കഴിക്കുകയും ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹ ഹാജറ ബീവി ഗർഭം ധരിക്കുകയും ചെയ്തു. അങ്ങനെ ഗർഭം ധരിച്ചു. ആര് പ്രസവിച്ചു? ആദ്യമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഏകജാതനായിരിക്കുന്ന മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവിച്ചു. പക്ഷേ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ പ്രസവിച്ചപ്പോൾ കുഞ്ഞും മകനെയൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തേ? സാറാ ബീവിക്ക് മുമ്പത്തെ പോലെ മനസ്സങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. കാരണം തന്നിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോയത് ഏതൊരു സ്ത്രീക്കുണ്ടാകുന്ന സ്വാഭാവികമായിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഏതൊരു സ്ത്രീക്കും മറ്റൊരു സ്ത്രീയിലേക്ക് തന്റെ ഭർത്താവിന്റെ സ്നേഹം മുഴുവനായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പയ്യെ എന്ത് ചെയ്ത് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി സാറാ ബീവിക്ക്. അതിങ്ങനെ ഒരു സ്വാഭാവികമായ മനുഷ്യനുണ്ടാവുന്നൊരവസ്ഥ തന്നെയാണ്. അങ്ങനെ അവസാനം എന്ത് ചെയ്ത് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി അവർ കുടുംബജീവിതത്തിൽ. ചെറിയ രൂപത്തിലൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. ഗീറ പിടിപെട്ട് ഹാജറ ബീവിയെ കാണാനും മകനെ കാണാനും സാധിക്കാത്ത രീതിയിലുള്ളായിരിക്കുന്ന ഒരു ഗീറ ആർക്ക് പിടിപെട്ട്? സാറാ ബീവിക്ക് പിടിപെട്ട്. സ്ത്രീജന്യമായിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഇസ്മായിലും എന്ത് ചെയ്ത് പിന്നെ ഉമ്മു ഇസ്മായിൽ ഹാജറ ബീവി കുറച്ച് വളരെ കഴിഞ്ഞതല്ലോ. കാരണം മക്കളും സ്വന്തം ഒരു മകനുണ്ടായി. മകന്റെ ഉമ്മ എന്നുള്ളക്ക് കുറച്ച് സ്ഥാനം കൂട്ടിയിട്ടുണ്ടാകും. ചുരുക്കം പറയാ, ആ അസാരസ്യം ഉണ്ടായപ്പോൾ സാറാ ബീവി ആരോട് പറഞ്ഞ്? തന്റെ ഭർത്താവായിരിക്കുന്ന ഇബ്രാഹിം നബി സ്വലാമിനോട് പറഞ്ഞ്, ദയവ് ചെയ്ത് നിങ്ങൾ ഹാജറയെ മകനെ നിങ്ങൾ എന്റെ മുന്നിൽ നിർത്തണ്ട. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോകും, അല്ലെങ്കിൽ പറഞ്ഞു പോകും, എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണം. നിങ്ങൾ ഹാജറായ മകനെയും മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനയും അതോടുകൂടെ തന്നെ ഉണ്ടായി. അതായത് അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായത് എന്തിനാണ്? അള്ളാഹു തആല ഇതൊക്കെ ഖദർ ഖളാണ്. അള്ളാഹുവിന്റെ ഖദർ ഖളാണ്. എന്തിനുള്ള അറബികൾ എന്ന് പറയുന്ന വിഭാഗം അവിടെ ഉണ്ടാകാനും അതിലൂടെ ഈ പരമ്പരയിലൂടെ ഒരു പ്രവാചകൻ ജനിക്കുവാൻ, ആ പ്രവാചകൻ പിന്നെ അന്ത്യനാൾ വരേക്കുള്ള പ്രവാചകനാവാൻ അള്ളാഹു തആല ഇതിന് പിന്നിലൊക്കെ വലിയ വലിയ ഹിക്മത്തുകൾ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും മറ്റൊരു സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കാൻ അവർ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശം അള്ളാഹുവിന്റെ നിർദ്ദേശത്തോടുകൂടെ അവരുടെ ആഗ്രഹം അള്ളാഹുവിന്റെ നിർദ്ദേശം കൂടി വന്ന് എന്താ അള്ളാഹുവിന്റെ നിർദ്ദേശം ഉള്ളത്? നിങ്ങൾ ഫാറാനിലേക്ക് പോവുക. പഴയ പദത്തിലൊക്കെ ഫാറാൻ എന്ന് പറയുന്നത്. ഫാറാൻ എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക്. ബക്ക എന്ന് കാണുന്നുണ്ട്. ചില കിതാബിലൊക്കെ അവരെ ബക്ക എന്നുള്ളത് ബുക്ക എന്നാക്കിയിട്ടുണ്ട്. വാദി ബക്ക എന്ന് വന്നത് നമ്മുടെ ചില മുസ്ലിം പണ്ഡിതന്മാർ അവരുമായി ചർച്ച നടത്തി വാദപ്രതിവാദത്ത് വന്ന വാദി ബക്ക എന്നുള്ളതിന് അവർ വാദി ബുക്ക എന്നാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ പിടികൂടി അവർക്ക് കാണിച്ചു കൊടുത്തു. വാദി ബക്കയാണ്. ബക്ക എന്നും മക്ക എന്നൊക്കെ പറയുന്നത് നമ്മുടെ പരിശുദ്ധമായ
ഈ മക്ക ഷരീഫ്, ഹിജാസ്, അതായത് ഇവിടെ തന്നെ മക്കയും പരിസരവുമാണ് ബക്ക എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഈ അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഇവർ രണ്ടുപേരെയും കൂട്ടി പിന്നെ പത്നിയായ ഹാജറ ബീവിയെയും മകനെയും കൂട്ടി തെക്ക് ഭാഗത്തേക്ക് നടന്നു. എവിടെന്നാ പോകുന്നത്? എവിടെ പോകുന്നത്? പിന്നെ ഇവിടെ വെച്ചുകൊണ്ട്, മിസ്റിൽ വെച്ചുകൊണ്ട് എവിടേക്ക്? തെക്കോട്ട് നടന്നു. അങ്ങനെ തെക്കോട്ട് സഞ്ചരിച്ച് ദിവസങ്ങളോളം നീണ്ട സഞ്ചാരത്തിനൊടുവിൽ മക്കയിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ അവിടെ വിട്ടുപോരുകയാണ്. ഫതറക്കഹുമാ ഹുനാക വആദ്. അങ്ങനെ മഹാനായിരിക്കുന്ന പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെ മകൻ പിന്നെ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ജനിച്ച മകനായ ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും തന്റെ പ്രിയ പത്നി ഹാജറ ബീവിയെയും മക്കയുടെ ആ ആരോരുമില്ലാത്ത വിജനമായ സ്ഥലത്ത്, വിജനമായ മരുഭൂമിയിൽ സുബ്ഹാനല്ലാഹ് പിന്നെ അവിടെ വിട്ടേച്ച് പോരുകയാണ്. അങ്ങനെ പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അവ്വലു മത്തഖദത്ത് നിസാൽ മിൻതഖ് മിൻ ഖബലി ഉമ്മി ഇസ്മായിൽ ഇത്തഖദത്തും മിൻതഖൻ ലിതഅഫ അസറഹ അലാ സാറത ثم جاء بها ഇബ്രാഹിം വബിബ്നിഹ ഇസ്മായിൽ വഹിയ തുർലിഹു. പിന്നെ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ ആരെ കൊണ്ടുവന്ന് ഇവരെ കൊണ്ടുവന്ന് മക്കയിൽ താമസിപ്പിച്ചു. അപ്പം മുല കുടിക്കുന്ന സമയമാണ്. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത ക്ലാസ് തഫ്സീറാണ്. അടുത്ത ക്ലാസ് തഫ്സീറാണ്. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച തഫ്സീർ നമുക്ക് തുടങ്ങണം, തുടക്കത്തിൽ ആരംഭം. അങ്ങനെ പിന്നെ മുല കുടിക്കുന്ന മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമിനെയും തന്റെ ഭാര്യ ഹാജറ ബീവിയെയും അവിടെ വളഅഹുമാ ഇൻദൽ ബൈത്തി ഇൻദ ദൗഹത്തിൻ ഫൗക സംസമ, സംസം കിണറിന്റെ മേൽഭാഗത്തിലായിരിക്കുന്ന ഒരു മരക്കുറ്റിയുടെ അടുത്ത്, ഒരു മരത്തിന് ഒരു ചെറിയ ഒരു മരക്കൂട്ടം, ദൗഹ എന്ന് പറഞ്ഞാൽ അശ്ശജറത്തുൽ കബീർ, വലിയൊരു മരം. ആ വലിയ മരത്തിന്റെ അടുത്ത് ആരെ ഇട്ടേച്ചു പോയി? അവിടെ താമസിപ്പിക്കാൻ ഉദ്ദേശിച്ച് അവിടെ ഇട്ടുകൊണ്ട്. അന്നത്തെ പള്ളിയുടെ മേൽഭാഗത്താണ് അത്. അന്ന് വലൈസബി മക്കത്തെ യോമേദിൻ അഹദുൻ വലൈസബിഹ മാവുൻ. അന്ന് മക്കയിൽ എന്തില്ല? ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല. മക്ക പരിസരത്തൊന്നും ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നില്ല. വിജനമായ തരിശു ഭൂമിയാണ്. കുന്നുകളും മലകളൊക്കെ ഉണ്ട്. അവിടെ ഉള്ളായിരിക്കുന്ന ഒരു വലിയൊരു വൃക്ഷത്തിന് ചുവട്ടിൽ തന്റെ മകൻ ഇസ്മായിലിനെയും ഹാജറ ബീവിയെയും ഇട്ടേച്ചു പോരാനുള്ള ശ്രമമാണ്. സംസമിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. സംസം എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടായതാട്ടോ. ഇന്ന് കാണുന്ന സംസമിന്റെ പിന്നെ മേൽഭാഗത്തായിരുന്നു ഒരു മരമുണ്ടായിരുന്നു. ആ വലിയ മരത്തിന്റെ അടുക്കലാണ് വന്നിരുന്നത്. അങ്ങനെ അവിടെ വെള്ളമില്ല, ജനതാമസമില്ലാത്ത അതായിരിക്കുന്ന ഒരു പിന്നെ അവസ്ഥാവിശേഷം. കുറച്ച് വെള്ളവും കാരക്കുമുള്ളായിരിക്കുന്ന ഒരു തോൽപാത്രം അവിടെ വെച്ചു കൊടുത്തു. തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും കാരക്കയും എന്തുണ്ട്. അങ്ങനെ പിന്നെ അത് അവിടെ വെച്ചു കൊടുത്തുകൊണ്ട് പിന്തിരിഞ്ഞ്, അതായത് അവർ പോകുന്ന വഴിയെ തന്നെ പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പിന്നാലെ ആരും പോയി അങ്ങോട്ട് തിരിഞ്ഞു പോവാണ്. ഉമ്മു ഇസ്മായിൽ, എവിടേക്കാ പോകുന്നത്? ഞങ്ങൾ ഇവിടെ ഇട്ടച്ച് പോവാണോ? ഉമ്മു ഇസ്മായിൽ ഹാജറ ബീവി പിന്നാലെ ചെന്നുകൊണ്ട് ചോദിച്ചു, യാ ഇബ്രാഹിം അയ്ന തദ്ഹബ് വതത്റുകുനാ ഫി ഹാദൽ വാദി അല്ലദി ലൈസ ഫീഹി അനീസുൻ വലാ ശൈഉൻ. ആരോരുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ ഞങ്ങൾ ഇവിടെ ഇട്ടച്ചുകൊണ്ട് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് ഇബ്രാഹിമേ? ഫഖാലത്ത് ലഹു ദാലിക മിറാറൻ, പല പ്രാവശ്യം വിഷമത്തോടെ സങ്കടത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇട്ടേച്ച് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? മറുപടിയില്ല, ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ കുറച്ചങ്ങ് മുന്നോട്ട് പോയി. മുന്നോട്ട് പോയപ്പോൾ വിഷമിക്കുന്ന ഹൃദയത്തോടുകൂടെ വീണ്ടും ചോദിച്ചു, മഹദിയായിരിക്കുന്ന ഹാജറ, ആ അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്ത് മനസ്സിലായി ഹാജറാബിക്ക്? അള്ളാഹുവിന്റെ കൽപ്പന ഉള്ളത് കൊണ്ടായിരിക്കാം പോകുന്നത്. അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ? കാലത്തനാം, അപ്പം മാത്രം അതെ എന്ന് മാത്രം മറുപടി പറഞ്ഞു. കാലത്ത് ഇദൻ ലാ യുദീഉനാ, അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും എന്താവൂല, ഇവിടെ ഞങ്ങൾ നശിച്ചു പോവുകയില്ല, ഞങ്ങളിവിടെ പാഴായി പോവുകയില്ല എന്ന് അവർ സമാധാനിക്കുകയും ചെയ്തു. ഹാജറ റളിയല്ലാഹു തആല അൻഹ. സുമ്മ റജഅത്ത് ഫന്തലഖ ഇബ്രാഹിം. അങ്ങനെ ഇത് കേട്ടപ്പോൾ അവർ തിരിച്ചുപോയി, മകൻ ഇസ്മായിലിന്റെ അടുക്കിലേക്ക് തിരിച്ചുപോയി. ഇബ്രാഹിം അലൈഹി സ്വലാം മുന്നോട്ട് നടന്നു. അങ്ങനെ അവർ കാണാതെ അവരെ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ, ഇബ്രാഹിം നബി സ്വലാം അവരെ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ കാബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരൊറ്റ ദുആ, ഹൈസു ലാ യറൗനഹു,
ഹത്താ ഇദാക്കാൻ എന്ത സനിയത്തി, ആ ഒരു പിന്നെ കുന്നിന്റെ ഒരു മറവിലെത്തിയപ്പോൾ ഹൈസുലാറോൻ അവർ കാണാത്ത സ്ഥലത്തെത്തിയപ്പോൾ ഇസ്തഖ്ബല ബി വജ്ഹിൽ ബൈത്ത, അന്ന് അവിടെ ഒരു ചെറിയ ഒരു കുന്നുപോലെ കടന്നിരുന്ന കാബ ഷരീഫിന്റെ ഭാഗം ചെറിയ ഒരു കുന്നായിരുന്നുള്ള റാബിയത്ത്, ഒരു ഇങ്ങനെ മണ്ണൊക്കെ കൂടി കടന്നിരുന്ന സ്ഥലം. പിന്നെ അന്ന് കാബ ആയിട്ടില്ല, കാബ പണിതിട്ടില്ലല്ലോ, കാബ പിന്നീടാണ് പണിയുന്നത്. അങ്ങനെ പിന്നെ ആ കുന്നിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ കാബ നിന്നിരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരൊറ്റ ദുആ ചെയ്യാണ്, റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുരിയത്തി, ഞങ്ങളുടെ റബ്ബേ, എന്റെയും ഇസ്മായിലിന്റെയും ഹാജറുടെയും സർവ്വലോകരക്ഷിതാവായ എല്ലാവരുടെയും അള്ളാഹുവെ, പിന്നെ എല്ലാ ജനങ്ങളുടെയും റബ്ബായ അള്ളാഹുവെ, ഇന്നി അസ്കന്തു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഞാൻ എന്റെ സന്താനങ്ങളിൽ നിന്നിതാ ഇവിടെ ഈ ഭൂമിയിൽ പാർപ്പിച്ചിരിക്കുകയാണ്, ബിവാദിൻ ഗൈരി ദീ സറഇൻ, കൃഷിയും ഒന്നുമില്ലാത്ത, ജീവിക്കാൻ സൗകര്യങ്ങളില്ലാത്ത ഈ മലഞ്ചെരുവിൽ, ഈ മരുപ്രദേശത്ത് എന്റെ സന്താനത്തെ ഞാൻ താമസിപ്പിച്ചുകൊണ്ട് ഇന്ദ ബൈത്തിക്കൽ മുഹറമിന്റെ ആ പരിശുദ്ധമായിരിക്കുന്ന വീടിന്റെ അടുക്കൽ വിട്ടേച്ചു പോവുകയാണ്. റബ്ബന ലിയുഖീമുസ്സലാത്ത്, അവരിവിടെ നിസ്കാരം നിലനിർത്തുന്ന ഒരു സമൂഹത്തെ അവർ ഇവിടെ ജന്മമെടുക്കട്ടെ, അവർ നിസ്കാരം നിലനിർത്താൻ വേണ്ടി ഒരു സമൂഹം ഇവിടെ ഉണ്ടാവണം. അവർ നിസ്കാരം നിലനിർത്തുക അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ നിലവിൽ വരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇതാ നിന്റെ കാബത്തിന്റെ അടുക്കൽ എന്റെ സന്താനങ്ങളെ വിട്ടുപോയി, നിന്റെ കൽപ്പന പ്രകാരം തന്നെ. ഫജി അൽ അഫ്ഇദത്തം മിനൻ നാസിം, എന്റെ പൊന്നുമകനുക്കും എന്റെ ഭാര്യയിലേക്കും ഒക്കെ ജനങ്ങളുടെ ഹൃദയത്തെ നീ ഇണക്കി കൊടുക്കണമേ. തഹ്വി ഇലഹിം, ഹൃദയങ്ങളെ അവരിലേക്ക് ചായുന്ന രൂപത്തിലാക്കി കൊടുക്കണമേ. വർസുഖും മിന സമറാത്തി, അവർക്ക് നീ ഭക്ഷണം നൽകണമേ. ലഅല്ലഹും യഷ്കുറൂൻ. ഈ ഒരു ദുആ ചെയ്തുകൊണ്ട് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെ വിഷമിക്കുന്ന ഹൃദയത്തോടുകൂടെ അവിടെ നിന്ന് നാട് വിട്ടുപോവുകയാണ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് പിന്നെ മറ്റുള്ള സംഭവങ്ങളൊക്കെ തുടർന്ന് വലിയ വലിയ സംഭവങ്ങൾക്കൊക്കെ അവിടെ പിന്നെ രംഗം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇസ്മായിൽ അലൈഹി സ്വലാം പിന്നെ മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഏൽപ്പിച്ചു പോയ വെള്ളത്തിൽ നിന്ന് കുറച്ച് കൊടുക്കും, പിന്നെ കാരൊക്കെ എടുത്ത് കഴിക്കും. ഓരോരോ സമയം വരുമ്പോൾ വിശക്കുമല്ലോ, ഇങ്ങനെ കഴിച്ച് ഏൽപ്പിച്ച വെള്ളവും കാരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ദാഹിക്കാൻ തുടങ്ങി. ഹാജറ ബീവിക്കും ദാഹിക്കണ്, മകന് ചെറിയ പിഞ്ചു കുഞ്ഞായ ഇസ്മായിൽ അലൈഹി സ്വലാമിനും ദാഹിക്കുന്നത്. അങ്ങനെ അവർ ദാഹിക്കാനായപ്പോൾ അവർ ചുറ്റുഭാഗത്തേക്ക് നോക്കി, ആരും കാണുന്നില്ല. പിന്നെ കുറച്ചങ്ങ് പിന്നെ മകനെ വിട്ടുകൊണ്ട് ലേശം അങ്ങോട്ട് മുമ്പോട്ട് നടന്നു നോക്കി, അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ അവരെന്ത് ചെയ്ത് ഓടുകയും പിന്നെ വീണ്ടും തിരിച്ചു പോരുകയും ചെയ്ത് ഫന്തലക്കത്ത് കറാഹിയത്താൻ തന്തുറയിലെ ഫജദത്ത് സഫ അക്രബ ജബലിൻ ഫിൽ അർളി. അങ്ങനെ നോക്കുമ്പോൾ സഫ എന്ന് പറയുന്ന കുന്നാണ് ഏറ്റവും അടുത്ത് കിടക്കുന്ന കുന്ന്. അങ്ങനെ ആ കുന്നിന്റെ മുകളിലെ ഫഖാമത്ത് അലി, ആ കുന്നിന്റെ മുകളിൽ പോയിട്ട് അവിടെ നോക്കി. എന്നിട്ട് സുമസ്തഖ്ബലത്തുൽ വാദി തന്ദുർ ഹൽ തറ അഹദൻ, ആ സഫാ കുന്നിന്റെ മുകളിൽ നോക്കിക്കൊണ്ട് ചുറ്റുഭാഗങ്ങളിലേക്ക്, അന്ന് ബിൽഡിങ്ങുകളില്ല, താമസമില്ല, ഒന്നുമില്ല, തരിശായി കിടക്കുന്ന ഭൂമിയാണ്. അവിടെ ചുറ്റുഭാഗത്തേക്ക് നോക്കി ആരെങ്കിലും മനുഷ്യരുണ്ടോ ഇവിടെ എന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഫലം തറാഹദൻ, അങ്ങനെ ഒരാളെയും കാണുന്നില്ല. ഫഹബത്ത് മിന സഫ, അങ്ങനെ അവർ സഫാ കുന്നിന്ന് വീണ്ടും താഴേക്കിറങ്ങി. അവർ വീണ്ടും അതിനിടയ്ക്കുള്ള ഒരു വാദിയാണ്, ആ വാദിലൂടെ അവർ ഓടി ഇറങ്ങി, സഫാന്റെ കുന്നിന്ന് ഇറങ്ങിയിട്ട് അവർ ഓടി. ഹത്താ ഇദാ ബലഗത്ത് അൽ വാദി റഫഅത് തർഫ ദർഇഹ, പിന്നെ സുമ്മ സഅത്ത് സഅൽ ഇൻസാനിൽ മജ്ഹൂദ്, ആ വാദിയിലേക്ക് എത്തിയപ്പോൾ, അതായത് ഇന്ന് പരിശുദ്ധ സഫയിൽ കാണുന്ന കാബത്ത് മക്കയിൽ പോയവർക്കൊക്കെ ഉംറ ചെയ്തവർക്കൊക്കെ അറിയാം, പിന്നെ പച്ച ലൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ എത്തിയപ്പോൾ ഹാജറാബി തന്റെ വസ്ത്രത്തിന്റെ അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുമ്മ സഅത്ത് സഅൽ ഇൻസാനിൽ മജ്ഹൂദ്, അധ്വാനിച്ചുകൊണ്ട് ഓടുന്നതായിരിക്കുന്ന ഒരു പുരുഷനെ പോലെ അവിടുന്ന് നല്ല ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ഓടി. ഹത്തായത ജാവസത്തിൽ വാദി, അങ്ങനെ ആ വാദി, അതായത് അതിങ്ങനെ ഒരു വാദിയാണിത്, ഒരു പിന്നെ ഇങ്ങനെ വെള്ളം ഒലിച്ചു പോകുന്നൊരു വാദിയാണ്. ആ വാദി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഹത്ത അത്തത്തിൽ മറവ, അങ്ങനെ മറവയിലേക്ക് എത്തി. ഫഖാമത്ത് അലിഹ, ആ മറവയുടെ മുകളിൽ നിന്ന് നോക്കി. ഫനദറത്ത് ഹൽ തറാഹദൻ, ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഫലം തറാഹദൻ, ആരും കാണുന്നില്ല. ഫഅലത്ത് ദാലിക സബഅ മറാത്ത്, അങ്ങനെ സഫയുടെ വീണ്ടും മറവയിൽ നിന്ന് ഓടി എങ്ങോട്ട് ഇറങ്ങുന്നു, സഫയിലേക്ക് പോകുന്നു. ആ സഫയ്ക്ക് മറവുകളിലായിരിക്കുന്ന വാദി, ആ പച്ച ലൈറ്റ് ഇട്ടുകൊണ്ട് അടയാളപ്പെടുത്തിയായിരിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അവർ ശക്തമായിട്ട് ഓടും. കാരണം എന്തുകൊണ്ട്? തന്റെ മകനെ കാണാൻ ആടെ പോയിട്ട് മകനെ നോക്കണം, മകൻ എന്താ സംഭവിക്കണോ നോക്കണം. അപ്പൊ അതിനുവേണ്ടി അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും. ഈ ഇതിന്റെ ഇടയിൽ വെച്ച് കാണിച്ചാൽ പിന്നെ സ്പീഡ് കൂട്ടിക്കൊണ്ട് അവർ ഓടുന്നതാണ്. അങ്ങനെ 7 പ്രാവശ്യം ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദാലിക സഅയുൻ നാസ് ബൈനഹുമാ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ
ത്യാഗം പരിഗണിച്ചുകൊണ്ട് ആ മഹദി അന്ന് പ്രവാചകനെ അവിടെ ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, പ്രവാചകന് വെള്ളം കൊടുക്കാൻ വേണ്ടി അവിടുന്ന് ചെയ്ത ആ ത്യാഗത്തിനെ ലോകം എന്നും സ്മരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഈ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫലമ്മ അശ്റഫത്ത് അലൽ മർവ സമയത്ത് സൗത്തൻ. അങ്ങനെ അവസാനം മർവയിലെത്തിയപ്പോൾ ഒരു ശബ്ദം കേട്ടപ്പോൾ അവർ ചോദിച്ചു, എന്താണ്? സഹ് എന്ന് പറഞ്ഞു. തുരീദു നഫ്സഹ. സുമ്മ തസ്മഅത്ത്, വീണ്ടും ആ ശബ്ദം കേട്ട്. സമയത്തായതൻ ഫഖാലത്ത് ഖദ് അസ്മഅത്ത്, ഞാൻ കേട്ടിട്ടുണ്ട്, ശബ്ദം കേട്ടിട്ടുണ്ട്. ഇൻകാന എന്തൊക്കെ ഔസുൻ അഗീസ്, ശബ്ദം കേട്ടിട്ടുള്ളൂ, ആളെ കാണുന്നില്ല. ഇവിടെയാണല്ലോ ഇപ്പൊ മുന്നേ മുജാഹിദ് മൗലവിമാർ ഗ്രൂപ്പ് തിരിഞ്ഞു കയറ്റി തമ്മിൽ അടികൂടിയത്. എവിടെ? ഈ സന്ദർഭത്തിൽ ഹാജർ റളിയല്ലാഹു തആല അൻഹ എന്ത് കേട്ടു? മറവയ്ക്ക് അടുത്ത് വെച്ചുകൊണ്ട് ശബ്ദം കേട്ട്. അപ്പൊ ശബ്ദം കേട്ടപ്പോൾ ഒരാളുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അവര് പറഞ്ഞ് ഖദ് അസ്മഅത്ത്, അവർ ശബ്ദം കേട്ടപ്പോ ഇൻകാന ഇന്ദക ഗവാസിൻ, നിന്റെ അടുക്ക് വല്ല സഹായം ഉണ്ടെങ്കിൽ സഹായിക്കുക എന്ന് അവിടെ ഇസ്തിഗാഥ ചെയ്തു. കാണാത്ത അദൃശ്യമായിരിക്കുന്ന ശക്തി, അദൃശ്യമായിരിക്കുന്ന ജീവിയോട് സഹായം തേടി ഹാജർ റളിയല്ലാഹു തആല അൻഹ. ഫൈദാ ഹിയ ബിൽ മലക്കി, നോക്കുമ്പോൾ അത് മലക്കാണ്. ഇന്ദ മൗലി സംസമ, സംസമത്തിന്റെ അടുക്കൽ ഒരു മലക്ക് നിൽക്കുന്നു. ഫബഹസ ബിഅഖ്ബിഹി, അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ തുമ്പതാ ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ അടുക്കുന്നാണ് ശബ്ദം വന്നത്. നോക്കുമ്പോൾ ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ മടമ്പും കാലും കൊണ്ട് ഇങ്ങനെ മടമ്പിട്ട് അടിച്ചിട്ട് അവിടെ എന്തായിട്ടുണ്ട്? ചെറിയൊരു കുയ്യായിട്ടുണ്ട്. ആ കുയ്യായപ്പോഴേക്കും അതിൽ നിന്ന് വെള്ളതാ ഇങ്ങനെ ഉറവ് ഒലിക്കാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ചിറക് അവിടെ താത്തി, ഈ മലക്കൻ ചിറക് അവിടെ താത്തി എന്നും ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ മടമ്പുകാലും തൊട്ട സ്ഥലത്ത് ജിബ്രീൽ ഇസ്ലാം ചിറക് താത്തി അവിടെ വെച്ചുകൊണ്ട് സംസമിന്റെ ഉറവ എടുക്കുകയാണ്. അങ്ങനെ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? ഹൗലാക്കി കെട്ടി നിർത്തി. അവരെന്ത് ചെയ്ത്? കൈകൊണ്ടൊക്കെ എന്ത് ചെയ്ത്? ചുറ്റുഭാഗത്തൊക്കെ ചെറിയൊരു ഇതൊക്കെ കെട്ടി ഉയർത്തിക്കൊണ്ട് അവരെന്ത് വെള്ളം കോരാൻ തുടങ്ങി. അങ്ങനെ വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയപ്പോൾ സംസം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തി. അതുകൊണ്ടാണ് ആ പേര്, അന്ന് അവർ ഉപയോഗിച്ചായിരിക്കുന്ന ആ പേര് ഇപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇസ്മായിൽ നബി ഇസ്ലാമിന്റെയും ഇബ്രാഹിം നബി ഇസ്ലാമിന്റെയും ത്യാഗപൂർണമായ ജീവിതത്തെ അനുസ്മരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഖിയാമത്ത് നാളെ വരെ അവശേഷിപ്പിച്ചിരിക്കുകയാണ്. മഹാന്മാരെ സ്മരിക്കലും അവരെ ഓർക്കലൊക്കെ ഇസ്ലാമിന്റെ ഭാഗം തന്നെയാണ്. അതൊന്നും ശിർക്കും ബിദ്അത്തും എന്നതുകൂടി നമുക്ക് ഇതിനൊക്കെ ഒരു പാഠം ലഭിക്കാനുമുണ്ട്. ചുരുക്കം പറയുകയാണെങ്കിൽ അവിടെ വെച്ചുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? മഹാനായിരിക്കുന്ന ഇസ്മായിൽ നബി ഇസ്ലാം അവിടെ ജീവിക്കുകയും പിന്നീട് അവരുമായിട്ട് ജുർഹും ഗോത്രക്കാരുമായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഇസ്മായിൽ നബി ഇസ്ലാം ചരിത്രത്തിലൂടെ നമുക്ക് അറബി ഭാഷ എങ്ങനെ നിലവിൽ വന്നു എന്നും എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാന കാര്യങ്ങളെന്നുള്ള ചർച്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കാര്യങ്ങൾ സത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ വൈഫ് ഗർഭിണിയാണ്. ഈ മാസം 31 ഡേറ്റ് പറഞ്ഞിരുന്നു. ഇപ്പോൾ വേദന വന്ന് ഹോസ്പിറ്റലിലാണ്. കുട്ടിയുടെ മുകളിൽ പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ട് എന്ന് ഡോക്ടർ അറിയിച്ചു. അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ പ്രസവത്തിന് യാതൊരു തടസ്സവും വരുത്താതെ കണ്ട് ഈ ക്ലാസിന്റെ മഹത്വം കൊണ്ട്, ഇവിടെ പറയപ്പെടുന്ന ഇൽമിന്റെ ഒക്കെ മഹത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കി കൊടുക്കുമാറാവട്ടെ. ഒരു വിഷമവും അവർക്ക് അനുഭവിക്കാതെ അതൊക്കെ നിസ്സാരമായി തീർന്നുകൊണ്ട് അവർക്ക് പ്രസവം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും എളുപ്പമാക്കി കൊടുക്കട്ടെ. മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളുടെയും അസ്ഹാബുൽ ഉഹദീങ്ങളുടെയും അതുപോലെ മഹാന്മാരായ സഹാബത്തിന്റെയും താബികളുടെയും ഔലിയ അമ്പിയാക്കളുടെയും ഒക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ പ്രസവം ഒരു ബുദ്ധിമുട്ടും വിഷമവുമില്ലാതെ കണ്ട് എളുപ്പമാക്കി കൊടുക്കട്ടെ. കുട്ടിക്കും അവർക്കും യാതൊരു വിഷമവുമില്ലാതെ കണ്ട് റാഹത്തായി പ്രസവിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തക്ക് അല്ലാഹു തആല കേൾക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് മറ്റൊരു കാര്യങ്ങളൊക്കെ ഉസ്താദുമാരൊക്കെ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണമെന്നും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു അഡ്മിൻ്റെ ഭാര്യയുടെ വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു തആല സലാമത്തിലാക്കുമാറാവട്ടെ. എല്ലാവരുടെയും ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയധികം ഉപകാരപ്രദമായ അറിവുകൾ ക്ലാസ്സാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും പറയുന്ന പോലെ തന്നെ
ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് അറിയപ്പെടാത്ത അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ ഓർമ്മയിൽ നിന്ന് മറഞ്ഞുപോയ ഒരുപാട് മഹാന്മാരായും മഹദികളായും അന്ത്യ മുർസലുകളുടെയും മഹദികളായ ചരിത്ര വനിതകളുടെയൊക്കെ ചരിത്രമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലുള്ള ചരിത്രങ്ങൾ നമുക്ക് ഇസ്ലാമികമായ പാഠങ്ങൾ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ സുന്നി ഗ്ലോബൽ വോയിസിൽ കൂടി ലഭിക്കുന്ന അറിവുകൾ അതെപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായ അറിവുകൾ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഇതുപോലുള്ള ഇൽമുകളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കുകയും അല്ലെങ്കിൽ റെക്കോർഡാക്കാൻ പറ്റുന്ന റെക്കോർഡാക്കി വെച്ച് വീണ്ടും വീണ്ടും കേൾക്കുകയും നമ്മളൊക്കെ മനസ്സിലാക്കുകയും വേണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും പ്രത്യേകിച്ച് ഉസ്താദന്മാർക്കൊക്കെ ദുആ ചെയ്യണം. ഉസ്താദന്മാരും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കെ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചില അവസരങ്ങളിൽ ഷെഡ്യൂൾ അനുസരിച്ച് ക്ലാസ് മുടങ്ങി പോകുന്നുണ്ടെങ്കിൽ ആരും അതിൽ വേവലാതിപ്പെടേണ്ടതില്ല. കാരണം ചിലത് നമുക്കുള്ളതായ ബുദ്ധിമുട്ട്, നമുക്കുള്ളതായ വിഷമങ്ങൾ നമുക്കറിയാം. ജീവിത പ്രശ്നത്തിന് വേണ്ടി അല്ലെങ്കിൽ അവനവന്റെ കാര്യങ്ങൾക്ക്, നിർബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നീങ്ങുമ്പോൾ ചിലപ്പോ ആ സമയങ്ങളിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൽ നമ്മളൊന്നും മനസ്സ് വേറെ നിൽക്കൊന്നും ചിന്തിക്കേണ്ടതില്ല. ഉസ്താദന്മാരുടെ തിരക്ക് കാരണമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ള ദിവസങ്ങളിലുമൊക്കെ ക്ലാസ്സിൽ ഹാജരാവുകയും അതിന്റെ പരമാവധി പറഞ്ഞതുപോലെ തന്നെ പോയിന്റുകളൊക്കെ എഴുതി വെക്കുകയും റെക്കോർഡ് ചെയ്ത് വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കുകയും വേണമെന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ പ്രവർത്തനവും